നിന്റെ സൗഖ്യത്തിന് വേണ്ടി, നിന്റെ ആരോഗ്യത്തിന് വേണ്ടി, നിന്റെ വിടുതലിന് വേണ്ടി, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നിന്റെ ബ്രേക്ക് ത്രൂയ്ക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അനിവാര്യം. This is essential, non-negotiable step. ഈ പ്രതിവിധി ദൈവം ഒരുക്കാനൊന്നും കാത്തിരിക്കേണ്ട, ഒരുങ്ങിയിരിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പേ നിന്റെ സൗഖ്യത്തിന്റെ, നിന്റെ ഉയർച്ചയുടെ, നിന്റെ അനുഗ്രഹത്തിന്റെ, നിന്റെ വിടുതലിന്റെ, നിന്റെ അഭിവൃദ്ധിയുടെ ആ സൊല്യൂഷൻ, ആ റെമഡി ഒരുങ്ങിയിരിക്കുക. റെമഡി ഒരുങ്ങിയിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ആത്മപകർച്ചയുടെയും പെന്തക്കോസ്തൊക്കെ ഒരുങ്ങിയിരിക്കുക. അത് ആരെങ്കിലും എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം. നിങ്ങൾ എന്താ കാണുന്നത്? കാൽവറിയിൽ എന്റെ രോഗത്തിനും എന്റെ സൗഖ്യത്തിനും വേണ്ടിയുള്ള സ്വന്തം പ്രതിവിധി ഒരുങ്ങിക്കഴിഞ്ഞു. അതിന് ഉത്തരം ഒരുങ്ങിക്കഴിഞ്ഞു. The remedy for my sin and my sickness, for my curse, every kind of sickness, demonic oppression has been made ready. നമുക്കൊന്ന് നോക്കാം, നമുക്കൊന്ന് വിശ്വസിക്കാം, നമുക്കൊന്ന് സ്വീകരിക്കാം. Faith is essential to your miracle. ദൈവത്തിന്റെ ഈ സൗഖ്യത്തിലേക്ക് പ്രാപിക്കണമെങ്കിൽ, ഈ രോഗം സൗഖ്യമാകണമെങ്കിൽ, ഒരു അറുതി വരണമെങ്കിൽ, ഒരു അത്ഭുതം നീ പ്രാപിക്കണമെങ്കിൽ, നീ അത്ഭുതം ശുശ്രൂഷിക്കണമെങ്കിൽ റെമഡി ഒരുങ്ങി കഴിഞ്ഞു. ഉത്തരം നമുക്ക് വേണ്ടി കാൽവറിയിൽ ഒരുങ്ങി കഴിഞ്ഞു. The finished work of the cross is our guarantee that I will be healed, that I will be redeemed, that I will be delivered, that I will be prosperous. I will experience miracles. Amen. Hallelujah. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹത്തോടെ ഇരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാകട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ, ഒരു വിശപ്പ് ഉണ്ടാകട്ടെ, ഒരു ദാഹം ഉണ്ടാകട്ടെ. അപ്പോസ്തലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിന്റെ മക്കളെ, ഒരു സൗഖ്യം പ്രാപിക്കുവാൻ മാത്രമല്ല, കർത്താവേ അങ്ങയുടെ സൗഖ്യം എനിക്കൊന്ന് പകർന്നു കൊടുക്കണം. എത്ര പേർക്ക് അങ്ങനെ കൊതിയുണ്ട്? എത്ര പേർ കർത്താവേ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ, എന്നെ ഒന്ന് സ്പർശിക്കണമേ. ഓ ജീസസ്, ഇന്ന് വലിയൊരു സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. തിരിച്ചറിയുന്ന ഒരു സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. That is a presence. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ 2026 ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തിന്റെ ഒരു വർഷമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന നാം അത് ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. We have declared again and again that 2026 is the year of kingdom dominion. ആ കരമുയർത്തി പറയാം, ദൈവരാജ്യത്തിന്റെ ദൈവിക ഡൊമിനിയനെ, ദൈവിക ആധിപത്യത്തെ എങ്ങനെ സ്വർഗത്തിൽ ദൈവം എന്നേക്കും വാഴുന്നു അത് ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ പ്രകടമാകുന്ന ഒരു വലിയ വർഷമാണ് എന്ന് പരിശുദ്ധാത്മാവ് സ്തോത്രം. ഹല്ലേലൂയ. നാം 5 മെയ് മാസത്തിലേക്ക് വന്നപ്പോൾ അത് സ്തോത്രം വേറെ ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആ കാറ്റിനെ ആഞ്ഞടിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. രോഗവ്യാധികളുടെ മേലുള്ള ആധിപത്യം, not just simple healing but a dominion over sickness and diseases. Hallelujah. ഒരു സൗഖ്യം അവിടെ സംഭവിച്ചു, ഒരു വിടുതൽ ഇവിടെ സംഭവിച്ചു അല്ല. രോഗവ്യാധികളുടെ മേൽ, രോഗശക്തികളുടെ മേൽ, രോഗ ആധിപത്യങ്ങളുടെ മേൽ, പൈശാചിക രോഗ ദുരാത്മാ ദുർഭൂതങ്ങളുടെ മേൽ ഉണ്ടായിരിക്കുന്ന അസാധാരണമായ ഒരു ആധിപത്യം ഇവിടെ നടക്കുന്ന ചൊവ്വാഴ്ചയുടെ ശുശ്രൂഷകളിൽ, വ്യാഴാഴ്ചത്തെ ഹീലിംഗ് സർവീസുകളിൽ, മിറക്കിൾ സർവീസുകളിൽ, സഭായോഗങ്ങളിലൊക്കെ സൗഖ്യങ്ങൾ നടക്കുന്നു, വിടുതലുകൾ നടക്കുന്നു. കർത്താവ് അനേകരെ സ്പർശിക്കുന്നു, അനേകരെ തൊടുന്നു. അതിനായിട്ടൊക്കെ നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ഇന്ന് പകൽക്കാലം അതിന്റെയൊക്കെ ഒരു ക്ലൈമാക്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ സൗഖ്യം വ്യത്യസ്തമായ നിലവാരങ്ങളിൽ, വ്യത്യസ്തമായ രീതികളിലൊക്കെ കർത്താവിന്റെ സൗഖ്യം നമ്മളെ സ്പർശിക്കുവാനിടയായിത്തീരും. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സ്പർശം, ദൈവ സാന്നിധ്യം. നമ്മുടെ ശുശ്രൂഷന്മാരൊക്കെ ഭയങ്കര ശക്തന്മാരാണ്. കേവലം വചനം പറഞ്ഞ് ചില മെസ്സേജുകൾ പറയുന്നവരല്ല, പരിശുദ്ധാത്മാവും ദൈവശക്തിയുമായി കണക്ട് ആയിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഓരോ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ പ്രവൃത്തികൾ നടക്കുകയാണ്. ഞാനങ്ങ് വിശ്വസിക്കുക, ഞാനങ്ങ് അറിയുകയാണ്, കർത്താവ് അനേകരെ സ്പർശിക്കുന്നു. നിങ്ങൾ രോഗവ്യാധികളായി ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു അറുതി വരുന്ന ദിവസമായി കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ഓൺലൈനിൽ ഇവിടെ കാണുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും അഭിഷേകവും, പ്രത്യേകിച്ച് രോഗവ്യാധികളുടെ മേലുള്ള ആധിപത്യം അങ്ങോട്ട് ഒഴുകി വരും. അതൊരു നദിയായി ഒഴുകി വന്ന് നിന്നെ സൗഖ്യമാക്കും, നിന്റെ ചരിത്രം മാറ്റുന്ന ഒരു ദൈവ പ്രവൃത്തിയായി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമുഖമായി ചില കാര്യങ്ങളൊന്ന് പറഞ്ഞ് പതുക്കെ ഇന്നത്തെ ദൂതിലേക്ക് ഞാൻ കയറുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചകളൊക്കെ പാസ്റ്റർ തന്നെ അസിസ്റ്റിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ കാരണം ഒരു കർഷകൻ ചിലതിനെ ഉഴുത് മറിക്കുന്നത് പോലെ ഒരു ദൗത്യമാണ് പാസ്റ്ററിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കഴിഞ്ഞ 3 ആഴ്ചകളിൽ തുടർച്ചയായി പാസ്റ്റർ തന്നെ ശുശ്രൂഷിക്കുന്നത്. ഒരു ദൗത്യം, ഒരു അസൈൻമെന്റ് ആണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഹല്ലേലൂയ അതിന്റെ ഒരു ഫേസിലേക്ക്, ഒരു മൈൽ സ്റ്റോൺ എത്തി എന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ പ്രതീക്ഷയോടെ ആയിരിക്കാം. ഇന്നത്തെ ദൂത് കേവലം സൗഖ്യം പ്രാപിക്കുക അല്ല, കേവലം ഒരു മിറക്കിൾ അനുഭവിക്കുക എന്നും അല്ല. ഇന്ന് ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ മക്കൾ, അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിന്റെ വിശ്വാസി മക്കൾ, സഭാ മക്കൾ അടുത്തൊരു നിലവാരത്തിലേക്കും, അടുത്തൊരു ശുശ്രൂഷകളിലേക്കും, അടുത്തൊരു ദൗത്യത്തിലേക്കും നാം ദൈവസഭയായി കയറുകയാണ്. അപ്പോൾ ഇന്ന് രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. സ്വതം തുടർന്നും ഈ ശുശ്രൂഷകളുടെ മധ്യത്തിൽ, ഈ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ, ഇവിടെ നടക്കുന്ന ശുശ്രൂഷയുടെ മധ്യത്തിൽ ഈ രോഗികൾ സൗഖ്യമാകും, ദുർഭൂതങ്ങൾ വിട്ടുപോകും, ആ വിചാരക്കെട്ടുകൾ അഴിയും, മന്ത്രവാദം തകരും, ദൈവത്തിന്റെ ശക്തി നിങ്ങളെ തുടരും. ആ ഫയർ നിങ്ങളെ വന്ന് സ്പർശിക്കും, നിങ്ങൾ ആത്മാവിൽ തെറിക്കും, നിങ്ങളുടെ ഉള്ളിൽ സ്ഫോടനങ്ങൾ സംഭവിക്കും. ഇന്നത്തെ മെസ്സേജിന്റെ തലക്കെട്ട് സൗഖ്യത്തിന്റെ സാന്നിധ്യം, the healing presence. സൗഖ്യത്തിന്റെ ഒരു സാന്നിധ്യമാണ്. Hallelujah. There is a presence of healing. Hallelujah. Amen. 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 And there is the healing
healing presence and healing anointing. Hallelujah. കുറച്ച് ആഴമായുള്ള ദൈവവചന വെളിപ്പാടുകളും നിയോഗങ്ങളൊക്കെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം കൂടെ പറഞ്ഞു തീർക്കുവാൻ കഴിയുകയില്ല. എങ്കിലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ ഏറ്റവും നന്നായി ചെയ്യണം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. രോഗശാന്തിയുടെ സാന്നിധ്യം, സൗഖ്യത്തിന്റെ സാന്നിധ്യം, രോഗശാന്തിയുടെ ഒരു സാന്നിധ്യം, രോഗശാന്തിയുടെ ഒരു അഭിഷേകം. നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. A healing presence and a healing anointing. Yes, a canopy of healing presence. പറയുമ്പോൾ ഒരു മേഘം, a blanket of God's healing presence. ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ഒരു വിധാനം, a blanket, a canopy of God's healing presence. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുമായി ഇസ്രായേൽ മക്കൾക്ക് അവർ ഫീൽ ചെയ്യായിരുന്നില്ല. അവർക്ക് കാണുവാൻ കഴിയുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു മേഘം. അപ്പോൾ സൗഖ്യത്തോടുള്ള ബന്ധത്തിൽ 3 തലങ്ങളാണ്. വിശ്വാസത്തിന്റെ ഒരു തലം, അഭിഷേകത്തിന്റെ ഒരു തലം, 3 മഹത്വത്തിന്റെ ഒരു തലം. സൗഖ്യങ്ങൾ 3 നിലവാരത്തിലാണ് ശുശ്രൂഷിക്കപ്പെടുന്നത്. One in the realm of faith, then in the realm of anointing, in the realm of God's glory. Apostolic Living Faith Churchന്റെ ശുശ്രൂഷകളിൽ നിങ്ങൾ കാണുന്നത് ഇത് ഫെയ്ത്തും അനോയിന്റിങ്ങും ദൈവത്തിന്റെ മഹത്വവും കൂടെ ഇന്റർലിങ്ക്ഡ് ആണ്. ചിലപ്പോൾ വിശ്വാസത്തിന്റെ തലമായിരിക്കും ഫെയ്ത്ത് എക്സ്പ്ലോഷനും, വിശ്വാസത്തിന്റെ ഒരു സ്ഫോടനമായിരിക്കും ഫെയ്ത്ത് എക്സ്പ്ലോഷൻ ആൻഡ് അവേക്കനിങ് ആയിരിക്കും. ചിലപ്പോൾ അത് അഭിഷേകത്തിന്റെ തലം എടുക്കുക, ആ തലത്തിലേക്കൊക്കെ കയറും. പക്ഷെ എപ്പോഴും ഈ ഓൾട്ടറിൽ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് there is a glory dimension, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു തലം. ഹല്ലേലൂയ. അത് സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല, വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവ മഹത്വത്തിന്റെ ആ പ്രതലം. ഈ ദിവസങ്ങളിൽ സൗഖ്യത്തോടുള്ള ബന്ധത്തിലാണ് ദൈവത്തിന്റെ നിയോഗമുള്ളത് കൊണ്ട് ആ തലത്തിൽ അങ്ങ് ശുശ്രൂഷിച്ചു പോകും. ഈ രോഗശക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വാഴുവാൻ കഴിയുകയില്ല. അർത്രൈറ്റിസ് ബാധിച്ച പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനൊരു അറുതി വരുന്ന ഒരു ദിവസമായി ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിൽ അത് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. We are not just speaking about simple healing, we are speaking about dominion over sickness and disease. രോഗശക്തികളുടെ മേൽ, രോഗവ്യാധികളുടെ മേലുള്ള ഒരു ആധിപത്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഞാൻ ആമുഖമായി ഒന്ന് പറയാം, രോഗികൾ സൗഖ്യമാകും, രോഗസൗഖ്യങ്ങൾ നടക്കും, മിറക്കിളുകൾ നടക്കും. അത് മാത്രമല്ല, വീണ്ടും വീണ്ടും ഈ പുൽപ്പറ്റിൽ നിന്ന് ആവർത്തിച്ച് പറഞ്ഞതുപോലെ സൗഖ്യത്തെ ശുശ്രൂഷിക്കുവാൻ ഭൂമിയിൽ ദൈവത്തിന് വ്യക്തി ജീവിതങ്ങളെ വേണം. കൊയ്ത്ത് വളരെ ഉണ്ട്, പക്ഷെ വേലക്കാരോ ചുരുക്കം. God needs those laborers. ദൈവത്തിന്റെ സുവിശേഷത്തെ പറയുവാൻ വേണം. അപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ നാം ഫോക്കസ് ചെയ്യുന്നത് ദൈവത്തിന്റെ സൗഖ്യം അല്ലെങ്കിൽ ദ ഹീലിംഗ് മിനിസ്ട്രി, കർത്താവിന്റെ സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും ആ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ സുവിശേഷത്തിന്റെ ഒരു ആഡ് ഓൺ അല്ല, സുവിശേഷത്തിന്റെ ചെറിയൊരു ഭാഗമല്ല. ഇന്ന് തിരുവത്താഴ്മയിൽ നമ്മളെ ഓർമ്മിച്ചതുപോലെ കാൽവരി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി തെറ്റ്ലിസ്റ്റായി. The finished work of the cross is not just for the forgiveness of our sins, but it's also for the healing of our body and the deliverance of our soul. And that's why Apostolic Living Faith Church preaches Christ the Savior, Christ the Healer, and Christ the Deliverer. ഒത്തിരി കാര്യങ്ങൾ സ്വന്തം ഈ സഭയിൽ നിന്ന് വിളംബരം ചെയ്യപ്പെടുന്നു. But hallelujah, unmistakably, this is a pulpit, this is a ministry that honors and that exercises Christ. അക്കരമൊന്നുയർത്തി സ്തോത്രം. രക്ഷകനായ യേശു, സൗഖ്യദായകനായ യേശു, ദുർഭൂതങ്ങളിൽ നിന്ന്, ദുരാത്മ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു യേശു. ക്രൈസ്റ്റ് ദ സേവിയർ, ക്രൈസ്റ്റ് ദ ഹീലർ ആൻഡ് ക്രൈസ്റ്റ് ദ ഡെലിവറർ. അപ്പോൾ എന്താ ഇന്ന് സംഭവിക്കാൻ പോകുന്ന സ്തോത്രം? നിങ്ങൾ സൗഖ്യമാകും, വിടുതൽ പ്രാപിക്കും, ഒരു സ്വർഗീയമായ ഒരു ദൈവിക എൻകൗണ്ടർ ടച്ച് ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഈ സൗഖ്യത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിലൊക്കെയും ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നത് പോലെ പാസ്റ്റർ വിത്തുകൾ, ദൈവത്തിന്റെ വചനത്തിന്റെ വിത്തുകൾ വിതച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചവരുടെ മേൽ ഇന്ന് അസാധാരണമായ ഒരു അനോയിന്റിംഗ് ഡിമെൻഷൻ, അഭിഷേകത്തിന്റെ വ്യത്യസ്ത നിലവാരങ്ങളിൽ ദൈവം നമ്മെ അഭിഷേകം ചെയ്യും. പക്ഷേ സൗഖ്യത്തെ വഹിക്കുന്ന സൗഖ്യത്തിന്റെ ഒരു അഭിഷേകമുണ്ട്, വിടുതൽ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു അഭിഷേകമുണ്ട്. അത് മാത്രമല്ല, അപ്പോസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ച് അടുത്തൊരു മൈൽ സ്റ്റോണിലേക്ക്, ഈ സഭയിൽ, ഈ ദൈവസഭയിൽ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ഒരു സാന്നിധ്യം, ആ കാനോപ്പി ഓഫ് ദ ഹീലിംഗ് പ്രസൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അതിന്റെ പാസ്റ്റർ മാത്രം പോരാ, പാസ്റ്ററിന്റെ കൂടി ഇരിക്കുന്ന ശുശ്രൂഷകരും പാസ്റ്ററിന്റെ ഹൃദയത്തോട് ചേർന്ന് ഒഴുകുന്ന, അലൈൻഡ് ആയിരിക്കുന്ന, ചേർന്ന് ഒഴുകുന്ന ഒരു വള്ളത്തിൽ ഒരേപോലെ തൊഴുന്ന ഹല്ലേലൂയ, അങ്ങനെയുള്ള ചില വിശ്വാസി മക്കളെയും ദൈവസഭയ്ക്ക് വേണം. ഈ സാന്നിധ്യം വെളിപ്പെടുന്ന എപ്പോഴാണ്? ഈ അഭിഷേകം വെളിപ്പെടുന്ന എപ്പോഴാണ്? When somebody makes a demand on that anointing and presence. എല്ലാ സഭകളിലും ദൈവ സാന്നിധ്യമുണ്ട്, എല്ലാ ശുശ്രൂഷകളും ഉണ്ട്. പക്ഷേ എപ്പോഴൊക്കെ ദൈവത്തിന്റെ ജനം വിശ്വാസത്താൽ, വിശ്വാസത്തിന്റെ കൈ ഉപയോഗിച്ച്, വിശ്വാസത്തിന്റെ വാ ഉപയോഗിച്ച് ദൈവം നമുക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിലൂടെ കർത്താവ് പൂർത്തീകരിച്ച ആ വലിയ രക്ഷണീയ പ്രവൃത്തിയിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ കാര്യത്തെ, ആ അനുഗ്രഹത്തെ നാം തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ നാം അതിനെ വിളിച്ചു പറയും, നാം അതിനെ സ്വീകരിക്കും. When somebody makes a demand on God's healing power, the power of God will manifest. Hallelujah. Apostolic Living Faith Churchന്റെ പ്രത്യേകത, we believe in the healing ministry of Jesus. യേശുവിന്റെ സൗഖ്യ ശുശ്രൂഷകളിൽ ഹല്ലേലൂയ, ദുർഭൂതങ്ങളിൽ നിന്ന് വിടുതൽ വിശ്വസിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ആരംഭിക്കുകയാണ്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വാക്യം സുപരിതമായ
ഭാഗമാണ്. നമ്മുടെ മിറക്കിൾ ഹീലിംഗ് സർവീസിൽ ഇതെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോയി. സ്വത്രം അടുത്ത നിലവാരത്തിലേക്ക് സൗഖ്യത്തിന്റെ ആ അഭിഷേകത്തിലും സൗഖ്യത്തിന്റെ സാന്നിധ്യവും സൗഖ്യത്തിന്റെ ശുശ്രൂഷകന്മാരായി മാറണമെങ്കിൽ not just to receive healing, സൗഖ്യം പ്രാപിക്കുക, മിറക്കിൾസ് പ്രാപിക്കുക മാത്രമല്ല, if you want to be a worker of miracles, if you want to minister healing, നിങ്ങൾ ഒരുങ്ങണം. സ്തോത്രം, ഹല്ലേലൂയ. അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, ഒരു സ്പർശനം കൊണ്ട് സംഭവിക്കുന്നതല്ല. അത് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് സ്തോത്രം അത് സംഗ്രഹിച്ചാൽ മാത്രം. മറിയ സംഗ്രഹിച്ച അതിന്മേൽ ആത്മാവ് വരും. ഈ ദിവസങ്ങളിലൊക്കെയും ഈ പുൽപ്പിറ്റിൽ നിന്ന് നിരന്തരമായി പറയപ്പെട്ട ഈ ദൈവത്തിന്റെ വചനം വിത്തായി നിങ്ങളുടെ ഹൃദയത്തിൽ വീണു. നിങ്ങൾ അതിനെ സംഗ്രഹിച്ചുവെങ്കിൽ, നിങ്ങൾ അതിന് വില കൊടുത്തെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം പകരും. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കൃപകളും സൗഖ്യത്തിന്റെ കൃപകളും കൃപാവരങ്ങളും അത്ഭുതത്തിന്റെ കൃപാവരങ്ങൾ, there are the gifts of the Holy Spirit. 9 തരം കൃപാവരങ്ങളിൽ ചില കൃപാവരങ്ങൾ ശക്തിയുടെ കൃപാവരങ്ങൾ എന്നറിയപ്പെടുന്ന ആ തലങ്ങളൊക്കെ തുറക്കും. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടൊക്കെ നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 6-ാം അധ്യായം ഞാൻ ഒന്ന് തൊട്ട് പോകുകയാണ്. ഗിയർ സ്തോത്രം 1-ാമത്തെ ഗിയറിൽ നമുക്ക് കയറി നിരന്തരമായി എല്ലാവരും ഒരേ ശുശ്രൂഷകളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് 4-ാമത്തെ ഗിയറിലേക്ക് പോകാം. ആദ്യമേ 4-ാമത്തെ ഗിയറിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ടാകും, പക്ഷേ വചനത്തിന്റെ കരുത്ത് നമ്മുടെ ഉള്ളിലില്ലായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പാസ്റ്റർ അപ്പോസ്തോലിക ശുശ്രൂഷയിൽ വിളിച്ചതുകൊണ്ട് പാസ്റ്റർ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് സ്തോത്രം ഒരു നല്ല കർഷകൻ ചെയ്യുന്നത് പോലെ, ഒരു നല്ല ആർക്കിടെക്ട് ചെയ്യുന്നത് പോലെ, ഒരു നല്ല കോൺട്രാക്ടർ ചെയ്യുന്ന പോലെ ആഴത്തിൽ കുഴിച്ച് അടിസ്ഥാനങ്ങളിടും. നല്ല രീതിയിൽ വിത്ത് വിതച്ച് അത് നല്ലൊരു കൊയ്ത്ത് കൊണ്ടുവരുവാൻ സ്തോത്രം അതിനുവേണ്ടി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യാം. സൗഖ്യം ശുശ്രൂഷിക്കാൻ പാസ്റ്ററിന് വലിയ പ്രസംഗങ്ങളുടെ ആവശ്യമില്ല. ദൈവം എന്നെ സൗഖ്യത്തിന്റെ ഒരു ശുശ്രൂഷയാൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദുരാത്മ ശക്തികളുടെ മേൽ ഒരു അധികാരവും ഒരു അഭിഷേകം എന്റെ മേൽ വ്യാപരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ തലത്തിലേക്ക് ഒന്ന് തുറന്നാൽ പിന്നെ ആ തലം അങ്ങ് തുറക്കും. But I'm not just a healing minister. ഒരു സൗഖ്യം ശുശ്രൂഷിക്കുന്ന, കേവലം സൗഖ്യം ശുശ്രൂഷിക്കുന്ന, ദുരാത്മാക്കളെ പുറത്താക്കുന്ന ഒരു ഡെലിവറൻസ് മിനിസ്റ്റർ അല്ല നിങ്ങളുടെ പാസ്റ്റർ. നിങ്ങളുടെ പാസ്റ്റർ ഒരു അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതെ, അതുകൊണ്ട് തന്നെ ജനത്തെ കൂടെ പാസ്റ്ററിന് എന്ത് ചെയ്യാൻ കഴിയുമോ, പാസ്റ്ററിന്റെ മേൽ എന്ത് നിയമം കിടക്കുന്നു, അങ്ങനെ തന്നെ പാസ്റ്ററിന്റെ മക്കളും പാസ്റ്ററിന്റെ സഭയും പാസ്റ്ററിന്റെ ശുശ്രൂഷന്മാരും ഒരേപോലെ വളർന്നു വരുവാൻ. That's the ministry of apostolic ministers of God. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വാക്യം അവിടെ പറയുന്നത് ഇന്നാണ് രക്ഷയുടെ ദിവസം, ഇപ്പോഴാണ് സുപ്രസാദ ദിവസം. Today is the day of salvation. Now is the acceptable time. കഥകളൊക്കെ ഒന്ന് വീശി നിങ്ങളൊന്ന് പ്രതികരിച്ചാൽ ഭയങ്കരമായിട്ട് കർത്താവിനെ തൊടും. Hallelujah. Somebody say today is the day of my miracle. ഓൺലൈനിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ, today somebody declare the miracle is in your mouth. നിങ്ങൾക്ക് അത്ഭുതങ്ങളിലേക്ക് നടന്നു കയറണമോ? Don't just wait for your miracles. Walk into your miracles. Don't just wait for your healing. Walk into your healing. നിങ്ങൾ ഒരു അത്ഭുതത്തിന് വേണ്ടി, ഒരു സൗഖ്യത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി ഇങ്ങനെ വണ്ടടിച്ച് കാത്തിരിക്കേണ്ട. ദൈവത്തിന്റെ വചനം ഉപദേശിപ്പിക്കപ്പെടുന്നത് you can walk into your healing. You can walk into your miracle. You can walk into your deliverance. You can walk into your breakthrough. Amen. അത് നിന്റെ വായിലൂടെ ആരംഭിക്കുന്നത്. There is somebody touch your mouth. നിങ്ങളുടെ വായിൽ തൊട്ട് പറയാം there is a miracle in my mouth. നിന്റെ വായിൽ ഒരു അത്ഭുതമാണ്. ഒന്ന് വിളിച്ചു പറയാം ഇന്ന് എന്റെ അത്ഭുതത്തിന്റെ ദിവസമാണ്, ഇന്ന് എന്റെ സൗഖ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് എന്റെ വിടുതലിന്റെ ദിവസമാണ്, ഇന്ന് എന്റെ ബ്രേക്ക് ത്രൂവിന്റെ ദിവസമാണ്, ഇന്ന് എന്റെ ഉയർച്ചയുടെ ദിവസമാണ്, ഇന്ന് എന്റെ മാനത്തിന്റെ ദിവസമാണ്, ഇന്ന് എന്റെ മേൽ ആത്മാവ് പകരപ്പെടുന്ന ദിവസമാണ്. സൗഖ്യത്തിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് കവിയുന്ന കൃപകളും കൃപാവരങ്ങളും പകരപ്പെടും. ഓ യാ യാ യാ. Somebody use your mouth. The miracle is in your mouth. നിന്റെ വായിലാണ് ദൈവം അത്ഭുതം വെച്ചിരിക്കുന്നത്. സദൃശവാക്യം 18-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു മരണവും ജീവനും എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ചിന്താ മണ്ഡലത്തിലല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആരംഭിച്ച് ആ ഹൃദയത്തിൽ നിന്നാമത് സ്വീകരിച്ച് നമ്മുടെ വാ ഒന്ന് പറയും ഇന്ന് ആർത്രൈറ്റിസിൽ നിന്ന് ഞാൻ സൗഖ്യമാകും. ആർത്രൈറ്റിസിന്റെ ദുരാത്മാവ് യേശുവിന്റെ നാമത്തിൽ നമ്മുടെ റോസമാൻഡിക്ക് നമ്മുടെ മധ്യത്തിൽ നടന്ന സൗഖ്യങ്ങളുടെ ഒത്തിരി പ്രാർത്ഥന, സൗഖ്യത്തിന്റെ പ്രാർത്ഥന റിക്വസ്റ്റുകളുണ്ടെങ്കിൽ ഞാൻ ദയവായി ഓർമ്മിക്കുന്നു. ഈ ശുശ്രൂഷകൾ 10 കുഷ്ഠരോഗികൾ കർത്താവിന്റെ അടുക്കൽ വന്നു. അവർ 10ഉം സൗഖ്യമായി. പക്ഷെ ഒരാൾ വന്നേ കർത്താവിനോട് റിപ്പോർട്ട് ചെയ്തോളൂ, കർത്താവിക്ക് 9 പേരോടെ പോയി. ഈ ദിവസങ്ങളിലൊക്കെ അനേകം സൗഖ്യമാകുന്നു, ചെറുതും വലുതുമായ ഉള്ള സൗഖ്യം. ധാര, നമ്മുടെ ഹിന്ദി സഭയിലുള്ള ധാര കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഹിന്ദി സഭയ്ക്ക് വേണ്ടി സൗഖ്യത്തിന്റെ ഒരു ഹീലിംഗ് മിറക്കിൾ സർവീസ് അവർക്ക് വേണ്ടി ചെയ്യുവാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, സ്തോത്രം, ഹല്ലേലൂയ. മലയാളികൾ നമ്മൾ വചനം കേട്ട് സ്തോത്രം ഇതെല്ലാം കേട്ട് സ്തോത്രം നമുക്ക് ഒത്തിരി പരിചയമായി പോയി. പക്ഷേ ഈ മക്കളുടെ ജീവിതത്തിൽ സ്തോത്രം അവർ ആദ്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നത്, ആദ്യമായിട്ട് ഇവരെ സ്തോത്രം ഈ ശുശ്രൂഷയോട് കണക്ട് ചെയ്യുന്ന ധാര, ഹിന്ദി ചർച്ചിൽ നിന്ന ധാര, അവളുടെ വിഷയം ദുർഭൂതങ്ങളായിരുന്നു. രാത്രിയിൽ ഭയങ്കരമായിട്ടുള്ള ദുർഭൂതങ്ങൾ, ദുർസ്വപ്നങ്ങൾ, പാപം വന്ന് അവളെ കൊത്തുന്ന ദുർസ്വപ്നങ്ങൾ, കഠിനമായ മൈഗ്രൈന്റെ വിഷയങ്ങൾ. കർത്താവ് താരെ സൗഖ്യമാക്കി. ശിവാനി കുറെ ദിവസമായി ഭയങ്കരമായിട്ടുള്ള യൂട്രൈൻ ബ്ലീഡിംഗ്, യൂട്രസിന്റെ ബ്ലീഡിംഗ്, രക്തസ്രാവം, വേദനയോടും വിഷമത്തോടും ഓൾട്ടറിലേക്ക് വന്നു. സ്തോത്രം അവൾ സൗഖ്യം
സൗഖ്യത്തിന്റെ വചനങ്ങൾ കേട്ടു, അവരുടെ മേൽ സൗഖ്യത്തിന്റെ ശുശ്രൂഷകൾ ചെയ്തു. അവളുടെ സാക്ഷ്യമാണ് ഇന്ന് പകൽക്കാലം. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാം വായിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ സൗഖ്യമായെങ്കിൽ അപ്പസ്റ്റോളിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ച് ഈ മാസമല്ല, എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മറക്കുവാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കി, അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാനാകാത്ത ഒരു ദൈവ പ്രവൃത്തിയായി നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ നമ്മുടെ സാറാന്റെയും സ്വാതിയും നമ്മുടെ പ്രയർ റിസപ്ഷൻ ഡെസ്കിൽ ഇരിപ്പുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് എന്ത് അസുഖമായിരുന്നു, എത്ര കാലമായിട്ടുണ്ടായിരുന്നു, സ്തോത്രം, എപ്പോഴാണ് എങ്ങനെയാണ് ഈ സൗഖ്യം സംഭവിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. We are growing in the consciousness of the ministry of divine healing. ദൈവിക സൗഖ്യത്തിന്റെ അനേകർ സൗഖ്യമാകുന്നുണ്ട്, അനേകർ വിടുതൽ പ്രാപിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം ഒരു വിഷയമായിരിക്കാം, നാളെ വീണ്ടും വരുമ്പോൾ കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്ന ആ കാര്യം നമ്മൾ മറന്നേ പോയി. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മുമ്പിൽ സൗഖ്യത്തിന്റെ അനേക സാക്ഷികളുടെ ഒരു വലിയ സമൂഹം എന്റെ മുൻപിലുണ്ട്. ദൈവത്തിന്റെ ഡെലിവറൻസുകൾ, ദൈവത്തിന്റെ ശക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച അനേക സാക്ഷികൾ എന്റെ മധ്യത്തിൽ, സ്തോത്രം, കേരളത്തിലും ഹല്ലേലൂയ ഭാരതത്തിന്റെ വിവിധ സ്ഥലത്തിലും they can testify of the divine healing power and the ministry of deliverance. Amen, amen, amen. അപ്പോൾ നമ്മുടെ വായിൽ എന്ന് പറയാം, വായിൽ അത്ഭുതമാണ്, വായിൽ അത്ഭുതമാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഹല്ലേലൂയ. റോസമാൻഡിയുടെ ഒരു സൗഖ്യം. ഹല്ലേലൂയ. കഴിഞ്ഞ ഹീലിംഗ് സർവീസിൽ റോസമാൻഡി ഇവിടെ വന്നു. ഒരു വർഷമായി നമ്മുടെ ഈ ചർച്ചിൽ വരുന്നതിന് മുമ്പെയാണ് താൻ സ്തോത്രം വീഴുവാനിടയായിത്തീർന്നു. മുട്ടുകൾക്ക് ഭയങ്കര വേദനയായിരുന്നു. താൻ സ്തോത്രം ഇവിടെ വന്ന് പാസ്റ്റർ തലയിൽ കൈവയ്ക്കാൻ കാത്തിരുന്നില്ല. താൻ മീറ്റിംഗിൽ വന്നപ്പോൾ ഇതൊരു ഹീലിംഗ് സർവീസ് ആയതുകൊണ്ട് she was walking into your healing, she was walking into her miracle. തന്റെ അത്ഭുതത്തിലേക്കും സൗഖ്യത്തിലേക്കും താൻ നടന്നു കയറുകയാണ്. ഇന്ന് ഞാൻ അറിയുന്ന ഒരു വർഷമായിട്ടുണ്ടെന്ന് സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ട്, സ്തോത്രം, എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ട്, പ്രയാസങ്ങളൊക്കെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് ഹീലിംഗ് സർവീസായി. എന്തിനാ എന്റെ മുട്ടുവേദനയിൽ വേണ്ടാത്ത വേദന? താനൊരു ശുശ്രൂഷയാണ്, വളരെ ശക്തമായ സൗഖ്യവും രോഗശാന്തി ശുശ്രൂഷകളും ഡെലിവറൻസും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ആന്റിയാണ്. ഭയങ്കര സാക്ഷ്യങ്ങളാണ്. കഴിഞ്ഞ ബുധനാഴ്ച ആന്റിയുടെ വീട്ടിലായിരുന്നു ഉപവാസ പ്രാർത്ഥന. ആന്റിയുടെ മേൽ വീണ്ടും ഒരു സുവിശേഷ ശുശ്രൂഷയുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ഒരു ദൈവിക അഭിഷേകത്തിന്റെ ഒരു പുതിയ സീസൺ ആന്റിയുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ആന്റിയുടെ മുട്ടുവേദനകൾ, 2 മുട്ടുവേദനകളും സൗഖ്യമായി. അപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിക്കുവാൻ എത്തുന്നതിന് മുമ്പേ തന്നെ ഈ സൗഖ്യം ഒരു 80% ആയി കഴിഞ്ഞു. പിന്നെ പാസ്റ്റർ കൈവച്ചു, അവർക്ക് സൗഖ്യമായി. സ്തോത്രം, ഹല്ലേലൂയ. അക്കാരം ഉയർത്തി. You can walk into your, somebody say I can walk into my miracle. നമുക്കറിയാം 12 വർഷം രക്തസ്രാവക്കാരി എന്ത് ചെയ്തു? She walked into her miracle. Hallelujah. She did not wait for a miracle, but she walked into her miracle. താൻ തന്റെ അത്ഭുതത്തിലേക്ക് നടന്നു കയറി. ഇന്ന് എത്ര പേര് നിങ്ങളുടെ അത്ഭുതത്തിലേക്കും സൗഖ്യത്തിലേക്കും നടന്നു കയറും? ഹല്ലേലൂയ. അതെ, അതെ, അതെ. നിന്റെ മൈഗ്രൈനിൽ നിന്ന് നിനക്ക് പുറത്തു വരാം. ഹല്ലേലൂയ. നിന്റെ സ്വത്ര വന്ധ്യതയുടെ അവസ്ഥകളിൽ നിന്ന് പുറത്തു വരാം. നിന്റെ ഡയബറ്റീസിൽ നിന്ന്, പ്രഷറിൽ നിന്ന്, നിന്റെ രോഗത്തിൽ, നിന്റെ ശരീരത്തെ ബാധിക്കുന്ന, മനസ്സിനെ ബാധിക്കുന്ന നിന്റെ വിഷയങ്ങളിൽ നിന്ന് walk into, somebody say I will walk into my miracle. രക്തസ്രാവക്കാരി സ്ത്രീ എന്താ ചെയ്തത്? അവൾ അത്ഭുതത്തെ പ്രാപിച്ച 4 സ്റ്റെപ്പുകളുണ്ട്. അത് ഇന്ന് വിവരിക്കാൻ പോകുന്നില്ല, അതല്ല ഇന്നത്തെ സ്തോത്രം. പക്ഷേ അവളുടെ ഒരു സ്റ്റെപ്പായിരുന്നു. അവൾ തിരിച്ചറിഞ്ഞു, എന്തോ അവൾ പഠിപ്പിക്കപ്പെട്ടതൊന്നുമല്ല, പക്ഷേ പരിശുദ്ധാത്മാവ് സഹായിച്ചായിരിക്കും. അവള് പരവശയായി. 12 വർഷം ബ്ലീഡ് ചെയ്ത് രക്തസ്രാവം സംഭവിച്ചു അവള് പരവശയായി എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. എന്നിട്ടും അവൾ വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ. ദ ഫസ്റ്റ് മിറക്കിൾ, ദ ഫസ്റ്റ് സ്റ്റെപ്പാണ് വിട്ടുകൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, എത്ര ഗുരുതരമാണെങ്കിലും എത്ര വിഷയമാണെങ്കിലും don't have a negative approach to life. ഹല്ലേലൂയ. ചിലർ എപ്പോഴും നെഗറ്റീവ് ആണ്, ചിന്തിക്കുന്നത് നെഗറ്റീവ്, സംസാരിക്കുന്നത് നെഗറ്റീവ്. എവിടെ പോയാലും ഒരു നെഗറ്റീവ് എനർജിയാണ്. അപ്പോസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിന്റെ മക്കളെ, നിങ്ങൾ നോക്കിയ ഫെയ്ത്ത് ആണ് ഈ ചർച്ചിന്റെ ഒരു പ്രധാന, അതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ ദാസൻ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നാണ്. പാസ്റ്ററിനെ അടുത്തറിയാവുന്നവർക്ക് അറിയാം, he is a man of faith. Hallelujah. ഞാൻ ആ പടിയിൽ നിന്നാണ് അനോയിന്റിംഗിന്റെയും പ്രോസസ്സിലേക്കോ ഡിമെൻഷൻസിലേക്കോ കയറാൻ ഇടയായിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കണ്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളുടെ പാസ്റ്റർ. ഒരു കാര്യം വരുമ്പോൾ അയ്യോ ഭയപ്പെടും. അതുകൊണ്ടാണ് 16 വർഷങ്ങൾ ഈ സഭാ ശുശ്രൂഷ മാത്രമല്ല, നീണ്ട വർഷങ്ങൾ ശുശ്രൂഷകളിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, മനുഷ്യൻ അപ്പം കൊണ്ടല്ല ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കും. Have a positive approach to life. Be positive. നീ വിശ്വാസം സംസാരിക്കുക. അവള് പരവശയായി, മതി, ഇതുകൊണ്ട് അങ്ങ് മരിച്ചാൽ മതിയാണ്. എത്രയോ ഞാൻ ഡോക്ടർ കൂടെ ആയതുകൊണ്ട് എന്റെ ഒപ്പിൽ വന്നിട്ട് ഡോക്ടറെ അങ്ങ് പോയാൽ മതി, ഈ രോഗം കൊണ്ട് അങ്ങ്. ഈ 12 വർഷം ഒരു വൈദ്യനും ഒരു മെഡിക്കൽ സയൻസിന് 2000 വർഷങ്ങൾക്ക് ഇല്ലാത്തപ്പോൾ ഇവള് പറയുകയാണ് അവർക്ക് സൗഖ്യമാകുവാൻ ഒരു മനസ്സുണ്ടായിരുന്നു. She wanted to be healed. അപ്പോഴാണ് യേശുവിന്റെ വർത്തമാനം അവൾ കേട്ടത്. ഇന്ന് നിങ്ങൾ ഒത്തിരി അധികം യേശുവിന്റെ വർത്തമാനം, യേശുവിന്റെ ദൂതുകൾ കേൾക്കുക. യേശു ആരാണ്? അവൾ കേട്ടു, അവിടുന്ന് ഇവിടുന്ന് കേട്ടു. യേശു ആരാണ്? അവൻ രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്, അവൻ വ്യാധികളെ ദൂരെയാക്കുന്നവനാണ്, അവൻ ദുർബോധങ്ങളെ മാറ്റുന്നവൻ. അതുകൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങി she was not just waiting for a miracle. ഒരു കാരണവശാലും യേശുവിന്റെ അടുക്കൽ പോകാൻ പറ്റത്തില്ല അന്നത്തെ പാരമ്പര്യം അനുസരിച്ച്. പക്ഷേ എന്ത് ചെയ്തു? ഒരു റിസ്ക് എടുത്ത് അവൾ പുറത്തു പോയാൽ കല്ലെറിഞ്ഞ് കൊല്ലും, അതാണ് സമ്പ്രദായം, സംസ്കാരം. പക്ഷെ അവൾ എന്ത് ചെയ്തു? She walked into her miracle. Hallelujah. Somebody better walk into your miracle. അവിടുത്തെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? അവൾ പറയാൻ തുടങ്ങി. She used her mouth to create her miracle. ഞാൻ പോകും, യേശുവിന്റെ തൊങ്ങൽ തൊടും, ഞാൻ സൗഖ്യം. ഞാൻ പോകും, തൊടും, സൗഖ്യമാണ്. Somebody say that is a miracle in my mouth. ഇന്ന് എന്റെ വ്യാധി മാറും, ഇന്ന് എന്റെ രോഗം മാറും, ഇന്ന് എന്റെ അത്ഭുതം സംഭവിക്കും, ഇന്ന് ഞാൻ സൗഖ്യമാകും. അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമല്ല, അവൾ പറഞ്ഞു ഒരു സ്ഥലത്തിൽ തന്നെ ഇരുന്നില്ല. Then അവളെ പറഞ്ഞ ആ വിശ്വാസം പറഞ്ഞത്, what she spoke
spoke by faith. അവൾ വാ കൊണ്ട് വിശ്വാസം പറഞ്ഞത് അതിലേക്ക് എന്ത് ചെയ്തു? അവൾ ആക്ട് ചെയ്യാൻ തുടങ്ങി. She acted. She stepped out. She took a risk. Hallelujah. കർത്താവ് പറഞ്ഞു, വാ പത്രോസേ, ഞാനാകുന്നു. നീയും വെള്ളത്തിൽ നടക്കുവാനല്ലേ നീ ആഗ്രഹിച്ചത്? നീയും കൂടെ ഇറങ്ങി തിരിക്കുക. പത്രോസ് വെള്ളത്തിൽ നടക്കുന്ന പോലെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അത്ഭുതങ്ങളിലേക്ക് നടക്കുക. ഇത് സ്വതന്ത്രം അത്ഭുതത്തിന്റെ ഒരു വിരുന്നാണ്. This is a miracle feast. This is a healing feast. ഇന്ന് നിന്റെ വ്യാധികളെ നീ ചുമന്നുകൊണ്ട് പോകണ്ട. സൗഖ്യമായവർ പ്രൈസ് ഗോഡ്. നിങ്ങൾ സൗഖ്യത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി കുതിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് ആർക്കെങ്കിലും ഈ സൗഖ്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, വ്യാധികൾ മാറണമെങ്കിൽ, വീട്ടിൽ വിഷയങ്ങളുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദിവസമാണ്. ഒരു വലിയ വിരുന്ന് ഈ ദിവസങ്ങളിൽ അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിൽ ഒരുങ്ങിയിരിക്കുകയാണ്. Somebody say a miracle feast. Hallelujah. എന്റെ കൂടെയുള്ള ശുശ്രൂഷകന്മാർ നിങ്ങളുടെ വാ ഉപയോഗിച്ച് create that atmosphere. Hallelujah. We are speaking about the healing anointing. We welcome the healing presence. We welcome the healing anointing. പരിശുദ്ധാത്മാവേ. Hallelujah. Amen. 107 സങ്കീർത്തനം 20 വാക്യം സുപരിതമായ ഭാഗമാണ്. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. നിങ്ങളുടെ ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പറയാം, ദൈവത്തിന്റെ വചനം എന്താണ്? ദൈവത്തിന്റെ വചനം എന്താണ്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എന്താണ്? ഹല്ലേലൂയ. God's word is a healing word. ഈ വചനം എത്രയോ ദൈവത്തിന്റെ വചനം കൊണ്ട്, സൗഖ്യത്തിന്റെ വചനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. God's word is the healing word. Amen. അതുകൊണ്ടാണ് വചനത്തിന്റെ പ്രാധാന്യം. നിന്റെ സൗഖ്യം നീ പ്രാപിക്കണമെങ്കിൽ, സൗഖ്യത്തിൽ നിലനിൽക്കണമെങ്കിൽ, നിന്റെ സൗഖ്യത്തെ മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കണമെങ്കിൽ, നിനക്ക് സൗഖ്യത്തിന്റെ ഒരു ശുശ്രൂഷകനാകണമെങ്കിൽ ദൈവത്തിന്റെ സൗഖ്യത്തെ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ നീ സംഗ്രഹിച്ചു വെക്കണം. എപ്പോൾ നിന്നെ കുത്തിയാലും വചനം പുറത്തു വരണം. God's word. Somebody say God's word is the healing word. Hallelujah. യെരമ്യാവിന്റെ പുസ്തകം 30 അധ്യായം 17 വാക്യത്തിൽ യെരമ്യാ പ്രവാചകനിലൂടെ തന്റെ മർദ്ദലിച്ച് നിൽക്കുന്ന പാപത്തിലായിരിക്കുന്ന ജനത്തോട് പ്രവാചകൻ വിളിച്ചു പറയുക, മക്കളെ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വാ. നിങ്ങളുടെ ദൈവം ആരാണെന്ന് അറിയുമോ? ജെറമയ 13:17 says, ഞാൻ നിങ്ങൾക്ക് സൗഖ്യം വരുത്തും. I will restore your health and I will heal your wounds. നമുക്ക് വായിക്കാം യെരമ്യാവ് 30:17. ജെറമയ 30:17. ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് ഹല്ലേലൂയ നിനക്ക് ആരോഗ്യം വരുത്തും. ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. ഹല്ലേലൂയ. ഞാൻ നിന്റെ മുറിവുകളെ ഒന്ന് ഹല്ലേലൂയ. ആർക്കെങ്കിലും കരിയാത്ത മുറിവുകളുണ്ടോ? ഹല്ലേലൂയ. വെരിക്കോസ് വെയിൻ അങ്ങനെയുള്ള അൾസറുകൾ ഉണ്ടോ? അങ്ങനെയുള്ള ട്യൂമറുകൾ ഉണ്ടോ? കരിയാത്ത മുറിവുകളുണ്ടോ? ശുശ്രൂഷകന്മാരൊന്ന് പിടിച്ചെടുക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ക്യാൻസറിനെ കരിയാത്ത ഹല്ലേലൂയ മുറിവുകളെ കരിക്കുവാൻ എന്റെ മേൽ ഒരു കൃപ പകരണമേ. ഈ വചനം പറയുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ പരിശുദ്ധാത്മാവ് ഒരു തീ കത്തിക്കും, ഒരു സ്പാർക്ക് കത്തിക്കും. കർത്താവേ, എനിക്ക് അഭിഷേകം വേണം, എനിക്ക് ആ കൃപാവരം വേണം. ക്യാൻസർ വന്നാൽ ക്യാൻസർ മുറിവുകൾ എന്ത് ചെയ്യത്തില്ല? അത് കരിയത്തില്ല. ക്രോണിക് വീനസ് അൾസറുകൾ, കുറിച്ചുമുട്ടത്തിൽ അങ്ങനെ ഒരു സഹോദരി 14-15 വർഷമായതുകൊണ്ട് കാല് വെരിക്കോസ് വെയിൻ അസുഖം വന്ന് പൊട്ടി ആളിഞ്ഞ് സ്വന്തം എവിടെയും പുറത്തു പോകാൻ കഴിയാതെ വലിയ അൾസറാണ്. ജെറമയ 30:17 ഹല്ലേലൂയ. ആ വചനത്തെ സ്വന്തം ആയുധമായി ഉപയോഗിച്ച് നമുക്ക് ആ രോഗശാന്തി കൊണ്ടുവരുവാൻ കഴിയും, രോഗബാധ കട്ടിയാൻ കഴിയും. നമ്മുടെ ദൈവം ആരാണ്? He is the one who restores health. നമ്മുടെ മുറിവുകളെ ഉണക്കുന്ന, നമ്മുടെ ആന്തരിക മുറിവ്, നമ്മുടെ ശാരീരിക മുറിവ്, കരമുയർച്ച, കരിയാത്ത മുറിവുകൾ, കരിയാത്ത ത്വക്കിന്റെ അവസ്ഥകൾ എല്ലാം ഇന്ന് കൂട്ട സൗഖ്യങ്ങൾ നടക്കുകയാണെന്ന് ഹോൾസെയിലായി സൗഖ്യങ്ങളുടെ ഒരു പകൽക്കാലമായി, ഒരു മിറക്കിൾ ഫെയ്സ്റ്റായി അപ്പോസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് പ്രസ്താവന ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അത് ഔഷധമാണ്. എന്താണത്? ദൈവത്തിന്റെ വചനം ഔഷധമാണ്. സൗഖ്യം പ്രാപിക്കണമെങ്കിൽ, സൗഖ്യത്തിൽ നിലനിൽക്കണമെങ്കിൽ, സൗഖ്യത്തിന്റെ ശുശ്രൂഷകനാകണമെങ്കിൽ സദൃശ്യവാക്യം 4 അധ്യായം 20-23 വരെയുള്ള വാക്യങ്ങൾ സ്വത്രം അവിടെ കർത്തൃമേശൻ നമ്മളെ ഓർപ്പിച്ചതുപോലെ, എന്റെ മകനെ എന്റെ വചനങ്ങൾക്ക്, എന്റെ മൊഴികൾക്ക്, my son attend to my words. Hallelujah. പലരും സൗഖ്യത്തിന്റെ ശുശ്രൂഷകനാകാൻ ആഗ്രഹിക്കുന്നു, സൗഖ്യത്തിന്റെ ഒരു വചനം പോലും അറിയത്തില്ല. സൗഖ്യം ശുശ്രൂഷിക്കാൻ പോവുകയാണ്, സൗഖ്യം പ്രാപിക്കണം, ഒരു വചനം പോലും സ്വന്തം കാണാം. Now is the time. Hallelujah. ബൈബിൾ നോക്കി പറയാം, ദൈവത്തിന്റെ വചനം, God's word is God's medicine. എന്റെ വചനങ്ങൾക്ക് നീ ചെവി തരാ, നീ ചെവി ഒന്ന് ചായ്ക്കുക. നിന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് എന്റെ വചനത്തെ നീ മാറ്റരുത്, നിന്റെ ഹൃദയത്തിൽ നിന്ന് അത് എടുത്ത് കളയരുത്. എന്റെ വചനം അവിടെ വസിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഈ വചനം നിന്റെ ഹൃദയത്തിൽ നീ സംഗ്രഹിച്ചു വെച്ചാൽ, നിന്റെ വായിലും നിന്റെ ചെവിയിലും നിന്റെ ഹൃദയത്തിലും ഒക്കെ നീ കൊണ്ടു നടന്നാൽ എന്താ സംഭവിക്കുന്നത്? അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും, അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാണ്. Hallelujah. Amen. Amen. God's word is God's medicine. അതുകൊണ്ട് നീ രാവും പകലും ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ വചനങ്ങൾ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്, ഞാൻ രോഗങ്ങളെ, നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച് രോഗത്തെ മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ കിടക്കയെ, നിന്റെ രോഗ കിടക്കയെ മാറ്റി വിരിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് നീതി സൂര്യൻ രോഗശാന്തിയുമായി ചെറുകൻ കീഴിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ രോഗശാന്തിയുടെ യേശുവിന്റെ സൗഖ്യത്തെ ഹീലിംഗ് കരമൊന്ന് ഒരു പ്രൊഫറ്റിക് ആക്ട് ആയിട്ട് ചെയ്യാം. ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ സൗഖ്യത്തിന്റെ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. സൗഖ്യത്തിന്റെ മലാക്കിയുടെ പുസ്തകം 4 അധ്യായം 2 വാക്യം പറയുന്നു, എന്താ സംഭവിക്കുന്നത്? ദൈവത്തെ ഭയപ്പെടുന്നവർക്ക്, ദൈവം ആരെന്ന് തിരിച്ചറിയുന്നവർക്ക്, ഹല്ലേലൂയ, അവൻ എന്താ ചെയ്യുന്നത്? വചനം ഒന്ന് വായിക്കാം. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചെറുകൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. We speaking about the healing presence. അതിലേക്ക് പതുക്കെ കയറുകയാണ്. രോഗോപ
സർവ്വശാന്തിയുമായി ഒരു കഴുകൻ ചിറക് വിരിക്കുന്ന പോലെ ദൈവം പറയുക, മക്കളെ, നിങ്ങൾ എന്നെ ഭയപ്പെട്ടാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവഭയത്തോടും സത്യസന്ധതയോടും വിശുദ്ധിയോടും വേർപാടോടൊക്കെ നിങ്ങൾ എന്റെ സന്നിധിയിൽ ജീവിച്ചാൽ എന്താ സംഭവിക്കുന്നത്? യഹോവയെ ഭയപ്പെടുന്നവർക്ക് നീതി സൂര്യൻ ഉദിക്കും. എന്താ സംഭവിക്കുന്നത്? റിസൾട്ട് എന്തായിരിക്കും? നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. നിങ്ങൾ തുള്ളിച്ചാടും. ആർത്രൈറ്റിസ് ഉള്ളവർ തുള്ളിച്ചാടും. ശരീരത്തിൽ ഞരമ്പ് വ്യാധികൾ ഉള്ളവർ, അംഗവൈകല്യമുള്ളവർ, മുടന്തർ, ഊമർ എല്ലാം തുള്ളിച്ചാടുന്ന ദൈവരാജ്യത്തിന്റെ ഒരു കാലഘട്ടത്തെ യേശുവിൻ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. അവിടെ ദൈവസഭയിൽ തന്നെ അത് വെളിപ്പെട്ട് വരട്ടെ. അതുകൊണ്ട് കുറച്ച് നീണ്ടുപോയാലും നിങ്ങൾ അസ്വസ്ഥരാകരുത്. ഈ സ്തോത്രം ഈ മാസങ്ങളിൽ ഇത് അവസാനത്തെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നമ്മുടെ ഹീലിംഗ് സർവീസുകളൊക്കെ ആയിരിക്കും. ഇതിന്റെ ക്ലൈമാക്സിന്റെ ദിവസമാണ്. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഒത്തിരി സമയങ്ങൾ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഒക്കെ ദൈവസന്നിധിയിലായിരുന്നു. ചിലതൊക്കെ പകരുവാൻ പ്രാപിക്കുവാനുള്ള ദിവസമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹത്തോടെ ഇരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. ഒരു വിശപ്പ് ഉണ്ടാകട്ടെ. ഒരു ദാഹം ഉണ്ടാകട്ടെ. അപ്പോസ്തലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിന്റെ മക്കളെ, ഒരു സൗഖ്യം പ്രാപിക്കുവാൻ മാത്രമല്ല, കർത്താവേ, അങ്ങയുടെ സൗഖ്യം എനിക്കൊന്ന് പകർന്നു കൊടുക്കണം. അതൊന്ന് എത്ര പേർക്ക് അങ്ങനെ കൊതിയുണ്ട്? എത്ര പേർ കർത്താവേ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ, എന്നെ ഒന്ന് സ്പർശിക്കണമേ? ഓ ജീസസ്. ദൈവത്തിന്റെ വചനം എന്താണ്? God's word is a seed. God's word is a seed. ഒരു വിത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം, സ്തോത്രം, അതും അതിന്റെ പവറും ഒരു വിത്തിലുണ്ട്. യേശു പഠിപ്പിച്ചപ്പോൾ ആ വിത്ത് എവിടെ വീണു? ഒന്ന് വഴിയരികെ വീണു, ഒന്ന് പാറപ്പുറത്ത് വീണു, ഒന്ന് മുള്ളിൽ വീണു, ഒന്ന് നല്ല നിലത്ത് വീണു. മർക്കോസ് 4:8 സ്തോത്രം, ഞാൻ പറയുകയാണ്, ഈ വചനത്തിൽ ഞാനത് പ്രഖ്യാപിക്കുകയാണ്, ഞാനത് പ്രവചിക്കുകയാണ്. കഴിഞ്ഞ നാളുകളൊക്കെ നല്ല നിലം പോലെ മുള്ളും പറക്കാരെയും കഠിനമായ അവസ്ഥകളില്ലാതെ ഈ ഓൾട്ടറിൽ നിന്നും പുൾപിറ്റിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് സംസാരിച്ച് ഇടപെട്ട ഈ സൗഖ്യത്തിന്റെ വചനം അത് വിത്തായി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നല്ല നിലത്തിൽ വീണെങ്കിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, അത് 30, 60, 100 മേനിയായി ഈ ഫലം കളിക്കും. അതുകൊണ്ട് പ്രിയമക്കളെ, ഇവിടെ ഞായറാഴ്ച പ്രസംഗിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ദൂതുകൾ, നമ്മുടെ മീഡിയ അത് വളരെ ബുദ്ധിമുട്ടി സ്തോത്രം ഓരോ മാസവും പ്രസംഗങ്ങളെയും മെസ്സേജുകളെ അത് കട്ട് ചെയ്ത് നമ്മുടെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനമാകുന്ന വിത്ത് നിങ്ങൾ കേട്ട് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം കേൾവിയാലും ക്രിസ്തുവിന്റെ വചനത്തിന്റെ കേൾവിയാലും, ഹല്ലേലൂയ, നിങ്ങളുടെ പാസ്റ്റർ ഒരു ദിവസം കൊണ്ട് സ്തോത്രം ഒരു സൗഖ്യത്തിന്റെ ശുശ്രൂഷനായതല്ല, ഒരു ദിവസം കൊണ്ട് ഒരു പാസ്റ്റർ ആയതല്ല, ഒരു ദിവസം കൊണ്ട് ഒരു അപ്പോസ്തലിക ശുശ്രൂഷയിൽ നിന്നല്ല. Somebody gave value to the word of God. Somebody believed the word of God. Somebody meditate the word of God. ഈ ദിവസങ്ങളിൽ സൗഖ്യത്തിന്റെ വചനമായതുകൊണ്ട് ഒരു നല്ല നിലം പോലെ the soil speaks about the state of our heart. ആ നല്ല നിലത്ത് ആ വിത്തൊന്ന് വീഴട്ടെ. നിന്റെ സൗഖ്യത്തെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. There are many hindrances. എന്താ പ്രാർത്ഥിച്ചൊരു സൗഖ്യം നടക്കാത്തത്? എന്താ വിശ്വസിച്ച സൗഖ്യം നടക്കാത്തത്? ഒത്തിരി കാരണങ്ങളുണ്ട്. There are many hindrances. അത് തന്നെ വലിയൊരു മെസ്സേജ് ആണ്. ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. നിനക്ക് ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ചുള്ള വ്യക്തതയില്ലെങ്കിൽ, if you have uncertainty, the number one blocker to God's healing, ദൈവത്തിന്റെ സൗഖ്യം പ്രാപിക്കാനോ ശുശ്രൂഷിക്കുവാൻ കഴിയാത്ത ആദ്യത്തെ പ്രധാന ഹിൻഡ്രൻസ് തടസ്സം എന്താണ്? നിനക്ക് ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ച് നിനക്ക് വ്യക്തതയില്ല. നിങ്ങളുടെ സംശയം മാറുവോളം ഈ വചനത്തെ വീണ്ടും വീണ്ടും ഉപദേശിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന God's will is my healing. ദൈവത്തിന്റെ ഹിതം സൗഖ്യമാണ്. ഇന്ന് എനിക്ക് സൗഖ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. താമസിക്കാൻ നിങ്ങൾക്ക് സൗഖ്യത്തിന് ആവശ്യം വരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഒറ്റ തടിയാണെങ്കിൽ, കല്യാണം കഴിച്ച് മക്കളൊക്കെ ആകുമ്പോഴത്തേക്ക് ജീവിതത്തിന്റെ വിവിധ നിലയിൽ ഇന്ന് നല്ല രീതിയിൽ നിങ്ങൾ ഇതൊക്കെ സംഗ്രഹിച്ചു വെച്ചാൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യം വരികയില്ല. രണ്ടാമത്തെ തടസ്സം എന്താണ്? അൺബിലീഫ് എന്ന് പറഞ്ഞാൽ അവിശ്വാസം. കർത്താവ് ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ അവിശ്വാസം. എങ്കിലും ഹൃദയത്തിൽ ക്ഷമയില്ലാത്ത കൈപ്പുള്ള അൺഫോർഗീവ്നെസ്, ഇതെല്ലാം മുള്ളും പറക്കാരകളെയാണ്. നിന്റെ ഹൃദയം നല്ലൊരു നിലമാകണമെങ്കിൽ ദൈവത്തിന്റെ ഈ സൗഖ്യത്തിന്റെ വിത്ത് നിന്നെ ഒരു സൗഖ്യത്തിന്റെ ശുശ്രൂഷയാണ് സംസാരിക്കുന്നത്. സഭാ മക്കളോടും വിശ്വാസികളോടും നീ ഒരു ശിഷ്യനായ അടുത്ത നിലവാരത്തിൽ നിനക്കും ശുശ്രൂഷ ചെയ്യണമെന്ന് കൊതിയുള്ളവരോട് ഞാൻ സംസാരിക്കുന്നത്. നിന്റെ ഹൃദയമാകുന്ന ആ നിലത്തെ നീ ഒന്ന് ക്ലിയർ ആക്കണം. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അവിടെ ഉണ്ടായിരിക്കുന്ന മുള്ളും പറക്കാരെയും എല്ലാ കളകളെയും നീ ഒന്ന് പറിച്ചു കളയണം. അവിശ്വാസം എന്ന കള, ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള ഉറപ്പില്ലാത്ത കള, ഭയം. ഹല്ലേലൂയ. ഇന്ന് ദൈവജനത്തെ പിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരാത്മശക്തി എന്താണ്? ഭയം. എല്ലാത്തിനും ഭയമാണ്. വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയപ്പെടാൻ അധികാരമില്ല. അത്ര പ്രാവശ്യമാണ് കർത്താവ് വീണ്ടും പറഞ്ഞ്, ഭയപ്പെടരുത്. Do not be afraid. ഭയം എന്ത് ചെയ്യും? നിന്റെ സൗഖ്യത്തെ, ദൈവ പ്രവർത്തികളെ ബ്ലോക്ക് ചെയ്യും. സംശയം ബ്ലോക്ക് ചെയ്യും. കലഹം, നിന്റെ ഉള്ളിലുള്ള കലഹം, നീ താമസിക്കുന്നിടത്ത് വീട്ടിൽ കലഹം. A strifeful heart can never bear good fruit. Hallelujah. പിന്നെ ഏറ്റവും വലിയ എന്താണ്? സംഖ്യാപുസ്തകം 21 4-9 വരെയുള്ള വാക്യം പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും തീരണേ. അൺതാങ്ക്ഫുൾനെസ് എന്ന് പറഞ്ഞ് നന്ദിയില്ലാത്ത അവസ്ഥകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങൾ ഓർക്കുന്നേ ഇല്ല. നമ്മൾ പുറകുറുക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത സ്ഥില്ലേ സ്തോത്രം. പാസ് കുറെ കാലമായി സഭ കർത്താവ് എത്ര അത്ഭുതം വന്നപ്പോൾ സ്തോത്രം കീറി പറഞ്ഞാ വന്നത്, തകർന്ന് തരിപ്പണമായ വന്നത്, ഒന്ന് തല ഉയർത്തുവാൻ കഴിയാതായി ഈ സഭയിലേക്ക് വന്നത്. ഇവിടെ വന്ന് ഇവിടുത്തെ അപ്പവും പാലും കരുതലും വാത്സല്യം സ്നേഹവും ഇവിടുത്തെ അഭിഷേകവും ഒക്കെ തിന്ന് ചോറ് കഴിച്ച് കുറച്ചൊരു ബലമായ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തത് അവരങ്ങ് മറന്നുപോയി.
നീ ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വ്യാധികളും ആകുലതകളാ. കരമൊരുത്തർ പറയാം, I will not be an unthankful person. Complaining and murmuring will be far from my being. പുറവുറവും ഈ പരാതി പറച്ചിലും. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 21-ാം അധ്യായം നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ള ഉത്തരം, അതിനു വേണ്ടിയുള്ള പ്രതിവിധി, അതിനു വേണ്ടിയുള്ള റെമഡി ദൈവം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനയല്ല, നമ്മുടെ ഉപവാസമല്ല, നമ്മൾ ഭയങ്കരമായിട്ട് മസിൽ പിടിക്കുന്നുണ്ടല്ല. സൗഖ്യത്തിന്റെയും അത്ഭുതത്തിന്റെയും നമ്മുടെ വിടുതലുകളുടെയും ഉയർച്ചയുടെയും എല്ലാ പ്രതിവിധികളും ഉത്തരവും കാൽവരി ക്രൂശിൽ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. നമുക്ക് സംഖ്യാപുസ്തകം 21-ാം അധ്യായം ഒന്ന് വായിക്കാം. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ ചെന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. 30 വർഷം പൈശാചിക അനുമത്തത്തിലാണ്. വലിയ പീഡനമാണ്. കരയുമായിരുന്നു. അയ്യോ 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 ദൈവമേ, സ്തോത്രം, ഭയങ്കര ക്രൂരമാണല്ലോ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മിസ്രൈമിലെ ഈ അധികാരങ്ങൾ ഞങ്ങളെ ക്രൂരമായി കരയുക. മോശയെ വായിച്ചു ബന്ധനത്തിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവന്നു. പട്ടിണി കിടക്കുകയായിരുന്നു, ഒരു അനുഗ്രഹം ഇല്ലായിരുന്നു. അതിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവന്നപ്പോൾ, അല്പം ജീവിതത്തിന്റെ യാത്രയിൽ പ്രയാസം വന്നപ്പോൾ ഈ വ്യക്തികൾ കാണിച്ചു തന്നു എന്താണ് സ്തോത്രം, അവര് ദൈവത്തിന് മോശയ്ക്കും വിരോധമായി ഒരു പുറവുറുക്കാൻ തുടങ്ങി. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? സ്തോത്രം. മിസ്രൈം ദേശത്ത് നോക്കി ജനം ചോദിക്കുകയാണ്, ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. എത്ര നന്ദി കേട്ടവരവര്. അപ്പോ ഇല്ല, വെള്ളവും ഇല്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. ഈ സാരമില്ല. നോക്കിയേ, നമ്മൾ പറയുന്നതിനൊക്കെ ഒരു അതിരില്ലേ? നമ്മുടെ വിഷമം പറയാം, പക്ഷെ ഇസ്രായേൽ മക്കൾക്ക് എങ്ങനെ അങ്ങനെ നന്ദിയായിട്ട് കാണിക്കുവാൻ കഴിയും? എത്ര വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവർക്ക് ചിന്തിക്കുവാൻ കഴിയുമായിരുന്നു. നശിച്ചു പോകുമായിരുന്നല്ലോ അവര്. പലരും സൗഖ്യമാകാത്തത്, പലരുടെയും ഉയർച്ച അടുത്ത നിലവാരത്തിലേക്ക് പോകാത്തത്, പലരും ഉയരാത്തത്, പലരുടെയും ജീവിതത്തിൽ തടയപ്പെട്ട് കിടക്കുവാൻ കാരണം നിന്റെ നാവ്, നിന്റെ ചിന്ത, നിന്റെ ഹൃദയം ഒന്ന് മാറിയാൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നീ നല്ല രീതിയിൽ എന്റെ ഭാഷ പറയുന്നുണ്ട്, പക്ഷെ നിന്റെ കയ്യിരിപ്പ് ശരിയല്ല. നമുക്ക് മാനസാന്തരപ്പെടാം. ഹൃദയമാകുന്ന നില നീ ഒന്ന് ഒരുക്ക്. ഹല്ലേലൂയ. നീ ഒന്ന് ഒരുക്ക്. കാലം നമുക്കൊന്ന് ഒരുക്കാൻ പ്രിയപ്പെട്ടവരെ. ആഴമായ ഒരു മാനസാന്തരം, ഒരു കഴുകൽ വരട്ടെ. കർത്താവിന് ചിലത് പകരുവാൻ ഉണ്ട്. ആ പകരുന്നത് നീ പ്രാപിക്കണമെങ്കിൽ നിന്റെ ഹൃദയം ഒന്ന് ഒരുക്കണം, നിന്റെ വായൊന്ന് ഒരുക്കണം, നിന്റെ മനസ്സൊന്ന് ഒരുക്കണം. ഹല്ലേലൂയ. ആമേൻ. യെസ്. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ദൈവത്തിന്റെ ന്യായവിധി പെട്ടെന്ന് വെളിപ്പെട്ടു. അനന്യാസ് സഫേറയുടെ മേൽ പത്രോസിനോട് അപ്പോസ്തലനോട് കള്ളം പറഞ്ഞതുകൊണ്ട് അവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി പെട്ടെന്ന് അവർ മരിച്ചു വീണതുപോലെ. പഴയ നിയമത്തിൽ ഈ പുറവൃത്തം ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് നാം ദൈവത്തിന്റെ ഓമന മക്കളാണ്. ദൈവത്തിന് നമ്മൾ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ നമ്മൾ കാണിക്കുന്ന ഈ കൊള്ളരുതായ്മയൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. പ്രിയ മക്കളെ, ദൈവം മനസ്സലിവും സഹിഷ്ണുള്ള ദൈവമാണ്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മളിങ്ങനെ മനസ്സാന്തരപ്പെടുന്നു. ആ കളകളെ ഞങ്ങൾ പറിച്ചോളാം, ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ആ ദൂഷിച്ച സംസാരം, ഞങ്ങളുടെ ദൂഷണം പറയുന്ന ആ സംസാരം, ഞങ്ങളുടെ ദുർചിന്തകൾ ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിന് കടിച്ച് മരിക്കാറായപ്പോഴത്തേക്ക് അവരെല്ലാം വീണ്ടും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. പാപം ചെയ്തിരിക്കുന്നു, സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന്, ഈ കടിക്കുന്ന സർപ്പങ്ങളെ നീക്കളയണമേ. യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. ഈ പാമ്പ്, വിഷപ്പാമ്പ്, അഗ്നിസർപ്പം കടിച്ച് മരിക്കും ഉറപ്പാ. പക്ഷെ ദൈവം ഒരു പ്രതിവിധി ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ഒരുക്കി. അത് പഴയ നിയമത്തിൽ ഒരു നെല്ലാണ്. തന്റെ ഏകജാതനായ പുത്രനെ പിശാചെന്ന പൈശാചിക ദുരാത്മ വിഷപ്പാമ്പ് കടിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളെ ആ പാവം എന്ന വിഷപ്പാമ്പിൽ നിന്ന്, രോഗവ്യാധികൾ എന്ന ആ വിഷപ്പാമ്പിന്റെ വിഷത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കർത്താവ് എല്ലാം കരുതി വെച്ചിരിക്കുക. അപ്പോൾ സ്വത്രം ഒരു പ്രതിവിധി പറഞ്ഞു കൊടുത്തു, ഒരു റെമഡി പറഞ്ഞു കൊടുത്തു, ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ മോശ എന്ത് ചെയ്തു? അതുപോലെ അനുസരിച്ചു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി. കൊടിമരത്തിന്മേൽ തൂക്കി. അതിനെ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ താമര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഇംഗ്ലീഷിൽ പറയുന്നത് കടിച്ചു മരിക്കുക, വിഷം ബാധിക്കുകയാണ്. പക്ഷെ അതിന് മധ്യത്തിൽ ജീവിക്കുവാൻ സൗഖ്യത്തിന് വേണ്ടി പ്രതിവിധിയുണ്ട്. എന്താ ചെയ്യേണ്ടത്? അവരൊന്ന് നോക്കിയാൽ മതി. അവരുടെ ബുദ്ധി കൊണ്ട് ഇതെങ്ങനെയാ പാമ്പ് കടിക്കുമ്പോൾ അവിടെ നോക്കിയാൽ സൗഖ്യം വരുന്നത്. നമ്മുടെ ബുദ്ധിയും ഇന്റലക്ട് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇസ്രായേൽ മക്കൾ അല്പദൈവമായ ഉള്ളതുകൊണ്ടായിരിക്കാം മിക്ക ആൾക്കാരും നോക്കിക്കാണും. ബാധ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി. But the command was look and leave. നീ നോക്ക്, നിങ്ങൾ നോക്ക്. സ്വത്രം. ആരെങ്കിലും പാമ്പ് കടിച്ച്, അയ്യോ എത്ര വലിയ കടിയായിരുന്നു, എത്ര വലിയ മുറിവാണ്, അയ്യോ ഇത് പടരുന്നുണ്ടല്ലോ, ഇത് നീര് വെക്കുന്നുണ്ടല്ലോ, ഇത് കറക്കുന്നില്ലോ, അയ്യോ ഇതെന്നെ ബാധിക്കുമല്ലോ എന്ന് കടിച്ച് നോക്കിക്കൊണ്ടിരുന്ന എന്ത് പറ്റും? മരണം ഉറപ്പാണ്. പക്ഷെ ദൈവത്തിന്റെ പ്രതിവിധിയിലേക്ക് നോക്കി, ദൈവം ഉയർത്തിയിരിക്കുന്ന ആ പ്രതിവിധിയിലേക്ക് നോക്കിയാൽ എന്താ? നീ ജീവിക്കും. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം നിക്കോദോമിനോട് യേശു പറയുക, എങ്ങനെ സർപ്പത്തെ മോശ മരുഭൂമിയിൽ ഉയർത്തിയോ അങ്ങനെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. 3-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ വായിക്കാം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതാണ്. നിന്റെ സൗഖ്യത്തിന് വേണ്ടി, നിന്റെ ആരോഗ്യത്തിന് വേണ്ടി, നിന്റെ വിടുതലിന് വേണ്ടി, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നിന്റെ
ബ്രേക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അനിവാര്യം. This is a essential non-negotiable step. ഈ പ്രതിവിധി ദൈവം ഒരുക്കാനൊന്നും കാത്തിരിക്കേണ്ട, ഒരുങ്ങിയിരിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പേ നിന്റെ സൗഖ്യത്തിന്റെ, നിന്റെ ഉയർച്ചയുടെ, നിന്റെ അനുഗ്രഹത്തിന്റെ, നിന്റെ വിടുതലിന്റെ, നിന്റെ അഭിവൃദ്ധിയുടെ ആ സൊല്യൂഷൻ, ആ റെമഡി ഒരുങ്ങിയിരിക്കുക. ഉണർവിന്റെ റെമഡി ഒരുങ്ങിയിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ആത്മ പകർച്ചയുടെയും പെന്തക്കോസ്തൊക്കെ ഒരുങ്ങിയിരിക്കുക. അത് ആരെങ്കിലും എന്ത് ചെയ്യണം? സ്തോത്രം, ഒന്ന് നോക്കണം, വിശ്വസിക്കണം. നമ്മുടെ കണ്ണൊന്ന് ഒരു പ്രൊഫറ്റിക് ആക്ട് ചെയ്യാം. നമ്മുടെ കണ്ണിലൊന്നുകൊണ്ട് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. നിങ്ങൾ എന്താ കാണുന്നത്? കാൽവറിയിൽ എന്റെ രോഗത്തിനും എന്റെ സൗഖ്യത്തിനും വേണ്ടിയുള്ള സ്വന്തം പ്രതിവിധി ഒരുങ്ങി കഴിഞ്ഞു. അതിന്റെ ഉത്തരം ഒരുങ്ങി കഴിഞ്ഞു. The remedy for my sin and my sickness, for my curse, every kind of satanic demonic operation has been made ready. നമുക്കൊന്ന് നോക്കാം, നമുക്കൊന്ന് വിശ്വസിക്കാം, നമുക്കൊന്ന് സ്വീകരിക്കാം. ഒന്ന് പറയാം, നോക്കാം, വിശ്വസിക്കാം, സ്വീകരിക്കാം. ഹല്ലേലൂയ. Faith is essential to your miracle. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഈ സൗഖ്യം നിനക്ക് പ്രാപിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഈ രോഗം സൗഖ്യമാകണമെങ്കിൽ, ഒരു അറുതി വരണമെങ്കിൽ, ഒരു അത്ഭുതം നീ പ്രാപിക്കണമെങ്കിൽ, നീ അത്ഭുതം ശുശ്രൂഷിക്കണമെങ്കിൽ എല്ലാത്തിനും എന്താ അനിവാര്യം? ആ ബൈബിൾ വീണ്ടും എടുത്തു പറയാം. റെമഡി ഒരുങ്ങി കഴിഞ്ഞു. ഉത്തരം നമുക്ക് വേണ്ടി കാൽവറിയിൽ ഒരുങ്ങി കഴിഞ്ഞു. The finished work of the cross is our guarantee that I will be healed, that I will be redeemed, that I will be delivered, that I will be prosperous. I will experience miracles. Amen. Hallelujah. Healing is in the atonement. കർത്താവിന്റെ ക്രൂശ് മണ്ഡലത്തിൽ അവന്റെ അടിപ്പിണരുകളാൽ യേശു മുറിവേറ്റതുകൊണ്ട്, യേശു തകർന്നുകൊണ്ട് നിന്റെ സൗഖ്യം യേശു നിനക്ക് വേണ്ടി സ്തോത്രം ഗ്യാരണ്ടി പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുകയാണ്. Hallelujah. Somebody say healing is in the atonement. അപ്പോൾ ഭൂരിഭാഗം സൗഖ്യങ്ങൾ നടന്നത് കർത്താവ് ചെയ്ത ആ ദൈവ പ്രവൃത്തിയിൽ, ക്രൂശിലെ പ്രവൃത്തിയിൽ, കർത്താവിൽ. ദൈവമാൻ, know your God, know your God. പലർക്കും ദൈവത്തെ അറിയത്തില്ല. ദൈവം രോഗങ്ങൾ തരുന്നു, ദൈവം ശാപങ്ങൾ തുറക്കുന്നു, ദൈവം അടിച്ച് നമ്മളെ ഒടിക്കുന്നു, ദൈവം വ്യാധികൾ. Know your God. ആദ്യത്തെ ഉടമ്പടി പേരെന്താണ്? നമ്മുടെ ദൈവത്തെ അറിയണം. Know your God, know God's word. ദൈവത്തിന്റെ വചനം അറിയണം. ആ ബൈബിൾ വീണ്ടും ഒന്ന് വീശി പറയാം. നമ്മുടെ ദൈവം ആരാണ്? എല്ലാവരും ചേർന്ന് അന്തരീക്ഷങ്ങൾ ഒരുക്കുകയാണ്. ആ ബൈബിൾ ഒന്ന് വീശി പറയാം. യഹോവ റാഫ. ആദ്യത്തെ ഉടമ്പടി നാമമാണ്. ഉടമ്പടി എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞ് മാറുകയില്ല. അവസാനത്തോളം വിശ്വസ്തനായിരിക്കും നമ്മുടെ ദൈവം. വിശ്വസ്തത പറയാം, അവൻ ഉടമ്പടികളുടെ ദൈവമാണ്. എബ്രഹാമിനോട് ഒരു വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. യാക്കോബിനോട് പറഞ്ഞാൽ മാറുകയില്ല. നിന്നോടൊരു വാക്ക്, അതൊന്ന് വിശ്വസിക്കാം. നമ്മുടെ ദൈവം ആരാണ്? വൈദ്യന്മാരിൽ വൈദ്യനാണ്, ഡോക്ടർമാരിൽ ഡോക്ടറാണ്. He is. അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വാ ഉപയോഗിച്ച് ഈ നാമത്തെ നാം ഉയർത്തുമ്പോൾ, യേശു, Jesus is the great physician, he is the great orthopedician, he is the great surgeon, he is the great neurologist, he is the great cardiologist, he is the great neurosurgeon, he is the great oncosurgeon. എന്റെ യേശു ആണെന്ന് അറിയാമോ? ഏറ്റവും വലിയ ക്യാൻസർ സർജനെക്കാട്ടിൽ, ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെക്കാട്ടിൽ വലിയവനാണ് എന്റെ യേശു. അതുകൊണ്ട് നിന്റെ ക്യാൻസർ സൗഖ്യമാകും. ആമേൻ, 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 ആമേൻ. നസ്രയത്തിൽ കർത്താവിന് വലിയ അത്ഭുതം ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. നമ്മൾ അടുത്തൊരു നിലവാരത്തേക്ക് സൗഖ്യത്തിന്റെ സാന്നിധ്യം, സൗഖ്യത്തിന്റെ അഭിഷേകം പതുക്കെ ആ തലങ്ങളിലേക്ക് നമ്മളൊന്ന് കയറുകയാണ്. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 5-6 വാക്യം. യേശു തന്റെ പട്ടണമായ, തന്റെ ഗ്രാമമായിരിക്കുന്ന, താൻ ജനിച്ചു വളർന്ന നസ്രയത്തിലേക്ക് പോവുകയാണ്. ആൾക്കാർക്ക് ആദ്യം ഭയങ്കര സന്തോഷമാണ് യേശു സംസാരിച്ചപ്പോൾ. പക്ഷെ പതുക്കെ പതുക്കെ അവരുടെ മനസ്സിൽ, അവരുടെ ചിന്തകളൊക്കെ അവർ ഇടറിപ്പോയി. നമുക്ക് വായിക്കാം. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയത് അല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കിയതല്ലാതെ അവിടെ വലിയ വീര്യപ്രവൃത്തികളൊന്നും കർത്താവിന് ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി, അവൻ ആശ്ചര്യപ്പെട്ടു. എന്ത് ചെയ്തു? നസ്രയത്തിന്റെ അന്തരീക്ഷം എന്തായിരുന്നു? ദൈവപ്രവൃത്തികൾക്കും അത്ഭുതങ്ങൾക്കും സൗഖ്യങ്ങൾക്കും ക്ലോസ്ഡ്. യേശുവാണ് സൗഖ്യദായകനാണ്. ഏറ്റവും വലിയ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആണ് നിൽക്കുന്നത്. ഒരു ഡോക്ടറിനും മുടന്തനെ നടക്കുവാനാക്കാതെ, ഞരമ്പുകൾ അച്ചുപോയ, സ്പൈനൽ കോഡ് കട്ടായി കഴിഞ്ഞ ഒരുവരെയും ഇന്നത്തെ മെഡിക്കൽ ടെക്നോളജി അത്രയും പുരോഗമിച്ചിട്ടില്ല, ഇല്ലേ? തെങ്ങിൽ നിന്ന് വീണു, ബിൽഡിംഗിൽ നിന്ന് വീണു, സ്പൈനൽ കോഡ് കട്ടായി, ട്രാൻസാക്ട് ചെയ്തു പോയി, 2 കൈയും തളർന്നു, 2 കാലും തളർന്നു. എത്രയോ ആൾക്കാർ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നു. ഇന്നും മെഡിക്കൽ സയൻസിലെ ഡോക്ടേഴ്സും അവർ ആഞ്ഞ് പരിശ്രമിക്കുകയാണ്. മനുഷ്യർ സൗഖ്യമാകണം. അവരുടെ ഉള്ളിൽ എന്തൊരു പാഷനാണ്. 14-15 മണിക്കൂറുകളായിരിക്കും അവർ അധ്വാനിക്കും. വൈദ്യന്മാരുടെ വൈദ്യനല്ലേ യേശു. മറ്റതെല്ലാം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഗ്യാരണ്ടി അല്ലേ? സൗഖ്യ ശുശ്രൂഷിക്കാൻ മാസം തുടങ്ങിയത് അങ്ങനെ ഒരു വെല്ലുവിളി എടുത്തതുകൊണ്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുമ്പോൾ, അത് ശരിയല്ലോ ഇത് ശരിയല്ലോ എന്ന് പറയുമ്പോൾ ഒന്ന് ഉത്തരവാദിത്തം എടുക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടത്തിന്റെ മധ്യത്തിൽ ഞാൻ എന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. കർത്താവ്, ഐ വിൽ പേ ദ പ്രൈസ് ഗോഡ്. എന്റെ ചെറുപ്രായം തൊട്ട് ഞാനൊരു രോഗിയായിരുന്നു. മരുന്നിന്റെ വില എനിക്കറിയാം, ഡോക്ടർമാരുടെ വില എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ ആയത് തന്നെ. അന്ന് യേശു സൗഖ്യദായകനാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് ഡോക്ടർ ആകണം. എന്നെയും ഇതുപോലെ രോഗത്തിൽ വേദനിക്കുന്ന അനേകരെ സഹായിക്കണമെന്നൊരു ഹൃദയം. അതിന്റെ മധ്യത്തിലാണ് ദൈവത്തിന്റെ വെളിപ്പാട് എനിക്ക് കിട്ടിയത്. ഏറ്റവും വലിയ ഡോക്ടർ, ഒരു ഡോക്ടറായി ഞാൻ ചികിത്സിക്കുമ്പോൾ ഞാൻ കണ്ടു പലതിനും ഡോക്ടർമാരുടെ കൈ, മെഡിക്കൽ സയൻസ് ഉത്തരമുട്ടി നിൽക്കുക. അതിന്റെ മധ്യത്തിലാണ് ഞാൻ സൗഖ്യമാക്കുന്ന യേശുവിനെ കണ്ടത്. ഞാൻ എന്നെ സമർപ്പിച്ചു. ഇന്ന് ഈ പുൽപ്പറ്റിൽ നിൽക്കുമ്പോൾ വീണ്ടും ഞാൻ എന്നെ ആഴമായി സമർപ്പിച്ചിരിക്കുക. ഇന്ന് നിങ്ങളോട് പറയുന്ന 100 മടങ്ങ് ഞാൻ എന്നോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഹീലിംഗ് പ്രസൻസിന്റെയും ഹീലിംഗ് അനോയിന്റിംഗിന്റെയും ആഴമായ തലങ്ങളിലേക്കൊക്കെ കയറുന്ന നാളുകളാണ് ദൈവമക്കളെ. ഒരു മിറക്കിൾ ഫീസ്റ്റ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജനത്തിന്റെ, ഒരു കൂട്ടത്തിന്റെ, ഒരു ഗ്രാമത്തിന്റെ ഹൃദയത്തിന്റെ കാഠിന്യം, അവിശ്വാസം എന്ത് ചെയ്യും? ദൈവ പ്രവർത്തികളെ, അത്ഭുതങ്ങളെ തടയിടും.
ഒരിക്കലും. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. പക്ഷെ ഒരു പട്ടണം എന്ത് ചെയ്തു? ഞാനിങ്ങനെ പറയട്ടെ, ഒരു സഭ അതിനെ അങ്ങ് പൂട്ടിയാൽ കർത്താവ് വന്നാലും കർത്താവിന്റെ കരുണയിൽ ചിലരേക്ക് തൊടും. പക്ഷെ കർത്താവ് സ്തോത്രം അക്കരെ കടന്നു, ഗന്നസരത്തിലേക്ക് കടന്നു. പെട്ടെന്ന് ആ ഭാഗത്തിലേക്ക് വരാം. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിന്റെ അവസാനത്തെ ചില വാക്യങ്ങൾ. അവർ അക്കരെ എത്തി ഗന്നസരത്ത് ദേശത്ത് അണഞ്ഞു. അവർ പടകിൽ നിന്ന് ഇറങ്ങിയാറെ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു. People recognized Jesus. നസറേത്തിൽ സ്തോത്രം ഒരു ചലനത്തെ അവർ തടസ്സപ്പെടുത്തിയപ്പോൾ ഗന്നസരത്തിൽ എന്താ സംഭവിക്കുന്നത്? യേശു അവരുടെ അടുത്ത് വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു? ജനങ്ങൾ അവനെ അറിഞ്ഞു. യേശുവിനെ ഗന്നസരത്തിലെ ജനം അറിഞ്ഞു. ആരായിട്ട് അറിഞ്ഞു? സൗഖ്യമായിട്ട് അറിഞ്ഞു. യഹോവ റാഫ, പിതാവിനെ പ്രതിബിംബിക്കുന്ന പുത്രനായി അവർ അറിഞ്ഞു. ആ നാട്ടിലൊക്കെയും ചുറ്റി ഓടി. അവനുണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു തുടങ്ങി. ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്ന് വെച്ചു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർ ഒക്കെയും സൗഖ്യം വരികയും ചെയ്തു. നസറേത്ത് അടച്ചപ്പോൾ ഗന്നസറേത്തിലെ ജനത്തിന്റെ വിശ്വാസം യേശുവിനെ അവർ തിരിച്ചറിഞ്ഞതുകൊണ്ട് അവിടെ എന്താ സൗഖ്യത്തിന്റെ ക്രൂസൈഡുകൾ നടക്കുകയാണ്. ഭയങ്കര ജനക്കൂട്ടം ഓടി നടക്കുകയാണ്. രോഗികളെല്ലാം എന്താ അവര് വിളിച്ചോണ്ട് എന്താ എവിടെയെങ്കിലും യേശു വരുമ്പോ അതിന്റെ അടുത്ത് ഭയങ്കര 1000-10,000 ആൾക്കാർ കൂടിയെന്ന് വിചാരിച്ചോ? എല്ലാവർക്കും യേശു എങ്ങനെ പ്രാർത്ഥിക്കും? അതുകൊണ്ട് അവർ യേശുവോട് പറയുക, യേശുവേ നീ അങ്ങക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാ. യേശു ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ ഈ 12 വർഷം രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യമായതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാലെങ്കിലും മതി. നീ അങ്ങ് വന്ന് വലിയ കൈയൊന്നും വെക്കണ്ട. ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ രോഗികളൊന്ന് യേശുവിന്റെ സൗഖ്യത്തിന്റെ അഭിഷേകത്തിൽ ഗന്നസറേത്ത് ഒരു വലിയ ഹീലിംഗ് മിറക്കിൾ, സൗഖ്യത്തിന്റെ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാൻ നമ്മുടെ വിശ്വാസത്തിന് കഴിയും. ഈ ഓൾട്ടറിൽ നിന്ന് പുൾപിറ്റിൽ നിന്ന് നിരന്തരമായ ദൈവത്തിന്റെ വചനമാണ് വിശ്വാസം നമ്മുടെ ഉള്ളിൽ തരുന്നത്. യേശു എന്ത് ചെയ്യുന്നു, യേശു എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കിയെടുക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. ഡോക്ടർ ലൂക്കോസ് ഒരു അത്ഭുതത്തെ, ഒരു സൗഖ്യത്തെ, 4 പേർ ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവരികയാണ്. സ്വത്രം സുപരിതമായ ഒരു ഭാഗം പക്ഷപാതക്കാരനാണ്. അതിനർത്ഥം കാല് പാരലൈസ് ആയി, കാലുകൾ ചലിക്കുകയില്ല, ആശയറ്റു, വഴിയറ്റു, ഫ്യൂച്ചർ ബ്ലോക്കായി, എല്ലാം പോയി. പക്ഷെ 4 പേരുടെ ഉള്ളിൽ അസാധാരണമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കർത്താവ് കപ്പർനൗമിൽ പഠിപ്പിക്കാനിരിക്കുക ശാസ്ത്രിമാരുണ്ട്. ലൂക്കോസ് 5:17 വായിക്കാം. അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. മർക്കോസും മത്തായിയും ഒന്നും പറയാത്ത ഈ ഒരു കാര്യം വൈദ്യനായ ലൂക്കോസ് തിരിച്ചറിഞ്ഞു, അവനത് പിടിച്ചെടുത്തു. സുവിശേഷത്തിൽ നമുക്ക് വേണ്ടി അത് വെച്ചിരിക്കുകയാണ്. യേശു ശാസ്ത്രിമാരുണ്ട്, അവർ ഡിബേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്, അവർ വചനത്തിൽ നിന്ന് സമ്പാദിക്കാൻ വന്നിരിക്കുന്നത്. അന്ന് സൗഖ്യത്തിന് ശുശ്രൂഷ ഇല്ല, മിറക്കൽ മിനിസ്ട്രി ഇല്ല, അന്ന് വചന ശുശ്രൂഷയാണ്. പക്ഷെ 4 പേര് അവർക്ക് കിട്ടിയൊരു അവസരമാണ്. നീ യേശുവിനെ എപ്പോഴാണ് കിട്ടാൻ പോകുന്നത്? ഞങ്ങളുടെ ഈ കൂട്ടുകാരൻ സൗഖ്യമാകണമെന്ന് വെച്ചാൽ എന്ത് ചെയ്തു? ഒരു കൂര വിളിച്ചു. ആ പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവിടെ വലിയൊരു അത്ഭുതം സംഭവിക്കാൻ ഇടയായി തീർന്നു. പക്ഷെ ലൂക്കോസ് പറയുകയാണ്, ഈ മനുഷ്യന്റെ വിശ്വാസം എന്ത് ചെയ്തു? What did the faith create? അത് ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന സാന്നിധ്യത്തെ, the power of the Lord was present to heal. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി, the presence of the Lord was, the power of the Lord was present to heal. Faith creates atmospheres for miracles, signs and wonders. അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സൗഖ്യങ്ങൾക്കും വിശ്വാസം എന്ത് ചെയ്യും? ഒരു വ്യക്തിയുടെ അല്ല, 4 പേര്. ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ നടക്കുക എന്താണ്? ഈ വചനം നാം കേട്ട് സ്തോത്രം യഹോവ റാഫയായ ദൈവത്തെ, അത്ഭുതങ്ങളുടെ നാമം, അത്ഭുതമായ നാമം, അതിശയമായ നാമം, അധികാരമുള്ള നാമം, യേശുവിന്റെ നാമത്തെ നാം ഒന്ന് ഉയർത്തുമ്പോൾ, as we invoke the name, as we invoke Jehovah Rapha, യഹോവ റാഫയെ നാം ഉയർത്തുമ്പോൾ ആ നാമത്തിലേക്ക്, നമ്മുടെ ഫോക്കസിലേക്ക് പരിശുദ്ധാത്മാ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കാര്യം ഒന്ന് ചലിപ്പിച്ച് പറയാം. അവിടെ ഒരു ടീച്ചിങ് മിനിസ്ട്രി ആയിരുന്നു, ഡിസൈപ്പിൾഷിപ്പ് ക്ലാസ് ആയിരുന്നു. പക്ഷെ അതിന്റെ മധ്യത്തിലേക്ക് ഒരു സാന്നിധ്യം വെളിപ്പെട്ടു പറയാം. ഒരു സാന്നിധ്യം വെളിപ്പെട്ടു. സൗഖ്യത്തിന്റെ അഭിഷേകം ചലിക്കുവാൻ തുടങ്ങി. സൗഖ്യത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. ആ ജനത്തിന്റെ 4 വ്യക്തികളുടെ വിശ്വാസം എന്ത് ചെയ്തു? അന്തരീക്ഷത്തെ മാറ്റിമറിച്ചു. ഹല്ലേലൂയ. 4 വ്യക്തികളുടെ ഇന്ന് അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിലെ ശുശ്രൂഷകന്മാരെ, ഇവിടെ നടക്കുന്ന ഈ മിറക്കൽ ഫീസ്റ്റിൽ നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യും? അന്തരീക്ഷങ്ങളെ സൃഷ്ടിക്കും. സൗഖ്യം വിശ്വാസത്തിന്റെ തലത്തിൽ ശുശ്രൂഷിക്കണോ? സൗഖ്യം അഭിഷേകത്തിന്റെ തലത്തിൽ ശുശ്രൂഷിക്കണോ? അഭിഷേകം സാന്നിധ്യത്തിന്റെ തലത്തിൽ ശുശ്രൂഷിക്കണോ? തീരുമാനിക്കുന്നത് നാം ഓരോരുത്തരുമാണ്. വിശ്വാസം എന്താ ചെയ്യുന്നത്? Faith births the impossible. ഹല്ലേലൂയ. വിശ്വാസം എന്താ ചെയ്യുന്നത്? അസാധ്യങ്ങളെ, മിറക്കിൾസിനെ, സൗഖ്യത്തിന്റെ വലിയ തലങ്ങളെ വിശ്വാസം തുറക്കും. എത്ര പേര് അങ്ങനെ വിശ്വസിക്കുവാൻ? ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ ഒക്കെ വിളിച്ച് അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. യേശു മലമുകളിലേക്ക് പോയി. We speaking about the healing presence of the healing. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ദൈവത്തിന്റെ മധ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പാസ്റ്റർ വിളംബരം ചെയ്യുകയാണ്. യേശു മുകളിൽ പോയി. അവിടെ പറയുന്ന രാത്രി മൊത്തം പ്രാർത്ഥിച്ചു. എന്തിനാ യേശു രാത്രി മൊത്തം പ്രാർത്ഥിച്ചത്? ലൂക്കോസ് 4-ാം അധ്യായത്തിൽ യേശുവിന്റെ മേൽ അഭിഷേകം വന്നില്ലേ? യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രന്മാരുടെ സുവിശേഷം പറയുവാൻ. പിന്നെ എന്തിനു നീണ്ട പ്രാർത്ഥന? നിന്റെ വിശ്വാസത്തിൽ, നിന്റെ അഭിഷേകത്തിൽ നിനക്ക് തുടരണമെങ്കിൽ, അതിന്റെ വീര്യം വർദ്ധിക്കണമെങ്കിൽ, അതിന്റെ മൂർച്ച വർദ്ധിക്കണമെങ്കിൽ അതിന് വഴികളുണ്ട്. പ്രാർത്ഥനയും വാസവും ദൈവവചന ധ്യാനവും കൂട്ടായ്മയും ഒരുമിച്ച് വന്ന് ഹല്ലേലൂയ. There are ways
into those realms and dimensions. യേശു രാത്രി മൊത്തം പ്രാർത്ഥിച്ചു. നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കാനാണ് യേശു പോയത്. ശിഷ്യന്മാരുടെ വലിയ കൂട്ടത്തിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു, അവർ അപ്പോസ്തലന്മാരായി. അങ്ങനെ യേശു 17-ാം വാക്യം, അവൻ അവരോടുകൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്നു അവന്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദിയിൽ എല്ലായിടത്തു നിന്നും യെരുശലേമിൽ നിന്നും സോർ സീദോൻ എന്ന സമുദ്ര തീരങ്ങളിൽ നിന്നും അവന്റെ വചനം കേൾപ്പാനും രോഗശാന്തി കിട്ടുവാനും വന്ന ബഹുപുരുഷാരവും ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും സൗഖ്യം പ്രാപിച്ചു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. എല്ലാവരെയും സൗഖ്യമാക്കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. ശക്തി എന്ന് പറയാം, ശക്തി അവനിൽ നിന്ന്. We call this the healing anointing. ജനം ദാഹത്തോടും വിശപ്പോടും യേശു രാത്രി മൊത്തം പ്രാർത്ഥനയിൽ, നീണ്ട സമയങ്ങൾ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ നാം സമയം ചെലവഴിച്ചാൽ എന്ത് പറ്റും? നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വർദ്ധിച്ചു വരും. ആ മഹത്വത്തിന്റെ ഇന്റൻസിറ്റി, ആ വെയിറ്റ്, ഗ്ലോറി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഘനമായ. മോശ 40 ദിവസം യേശുവിനോട് കൂടെ, ദൈവത്തോടു കൂടെ മലമുകളിൽ ഇരുന്നപ്പോൾ എന്ത് പറ്റി? മോഹം പ്രകാശിക്കാൻ ഒരു വെയിറ്റ് എന്ന് പറയും. വെയിറ്റ് ആ കരം യേശുവിന്റെ മേൽ അഭിഷേകമുണ്ട്. പക്ഷേ യേശു വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? യേശുവിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും അഭിഷേകവും വലിയ പുരുഷാരം കൂടിക്കൂടിയ സൗഖ്യമാക്കുവാൻ ശക്തി. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അല്ലെ? അഭിഷേകം, ശക്തിക്ക് ഡിനാമിക്സ്, അഭിഷേകം. അപ്പോൾ യേശുവിൽ നിന്ന് എന്താ ഒഴുകിക്കൊണ്ടിരുന്നത്? ശക്തി എന്ന് പറയാം. ശക്തി. ഇത് പകൽക്കാലം സ്തോത്രം, നമ്മുടെ മധ്യത്തിൽ സ്തോത്രം, സൗഖ്യത്തിന്റെ അഭിഷേകം, സൗഖ്യത്തിന്റെ നദികൾ, സൗഖ്യത്തിന്റെ ഉറവുകൾ, സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി, എല്ലാ രോഗത്തെയും വ്യാധികളെയും സൗഖ്യമാക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് പെട്ടെന്ന് നമുക്ക് വരാം. ആദ്യത്തെ മഹാ അത്ഭുതം നടക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 3-16 വായിക്കാം. നമുക്കറിയാം ആ ഭാഗങ്ങൾ. 40 വർഷം മുടന്തനായിരുന്ന ഈ വ്യക്തി സൗഖ്യമാകുകയാണ്. അമ്മയുടെ ഉദരം മുതൽ നടന്നിട്ടില്ല. പക്ഷേ അന്ന് പത്രോസും യോഹന്നാനും അവനെ ഉറ്റുനോക്കി, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഒരു മഹാ അത്ഭുതം. മെഗാ മിറക്കിൾസ്. മെയ് മാസം സീസൺ ചേഞ്ച് ആകുന്നു. നമ്മുടെ മധ്യത്തിലുള്ള ഒത്തിരി ആൾക്കാരുടെ സീസണുകൾ ചേഞ്ച് ആകുന്നു. ദൈവം വലിയ നിലവാരങ്ങളിലെ സൗഖ്യത്തിന് മാത്രം വലിയ നിലവാരങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നു. നമുക്കൊന്ന് സ്വീകരിക്കാം, ഏറ്റെടുക്കാം. തടഞ്ഞിട്ട പല കാര്യങ്ങൾ തുറന്നു വരുന്നു. സ്തോത്രം. സീസണുകൾ കർത്താവിന്റെ നാമത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവിടെ വലിയൊരു അത്ഭുതം. 40 വർഷം മാംസമില്ല, സ്തോത്രം, എല്ലാം ശക്തിഹീനമായി ബലമില്ലാതെ കിടക്കുന്ന ഈ കാലുകളിലേക്ക് ദൈവശക്തി വന്നു. ജനം വിസ്മയിച്ചു. അപ്പോൾ അതിന്റെ മധ്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ എങ്ങനെയാണ് ഈ അത്ഭുതം നടന്നത് എന്ന് പറയുന്നു. വായിക്കാം. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ പറയാ, ഞങ്ങളുടെ സ്വന്തം ഭക്തിയോ ശക്തിയോ ഒന്നുമല്ല, അതൊന്നും അല്ല. സ്തോത്രം. സൗഖ്യമാകാൻ കാരണം യേശുവിന്റെ നാമത്തിന്റെ വിശ്വാസം എന്ന് പറയാം. faith healing, the realm of faith healing. ഹല്ലേലൂയ. ഞങ്ങൾ യേശുവിന്റെ നാമത്തെ വിശ്വസിച്ച് ഞങ്ങൾ അഭിഷിക്തരാണ്. പക്ഷേ സ്തോത്രം, ആ നാമത്തിൽ എന്ത് ചെയ്തു? ഞങ്ങൾ അത്ഭുതത്തെ സൃഷ്ടിച്ചു. ആ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി. ആ നാമത്തിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ രോഗികളുടെ മേൽ കൈവയ്ക്കും. വിശ്വസിക്കുന്നവരാൽ. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിച്ചു യേശുവിന്റെ നാമം സൗഖ്യമാക്കുവാൻ മതിയായ നാമമാണ്. 40 വർഷം ചലിക്കാത്ത കാലം ഒരു മഹാ അത്ഭുതം നടന്നു. സഭ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവർ ഒരുമിച്ച് ഒരുമനപ്പെട്ടു. സ്തോത്രം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ വീണ്ടും പോയി. അവർ കൂട്ടായ്മ കൂടി. അവർ കർത്താവിനെ ആരാധിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. വലിയ സന്തോഷം, വലിയ സമർപ്പണം. വീണ്ടും പീഡനങ്ങൾ. സ്തോത്രം. വീണ്ടും അവർ ദൈവസന്നിധിയിൽ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാൽ നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിച്ചു. അഭിഷേകം പ്രാപിച്ചവരാണല്ലോ, മഹാ അത്ഭുതം നടന്നവരാണല്ലോ. വീണ്ടും എന്താണ് ഈ അപ്പോസ്തലന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്? God, we want to step into the higher dimension of your power. ഇതിന്റെ ശക്തിയുടെ സൗഖ്യത്തിന്റെയും, because that's സൗഖ്യമാണല്ലോ ആൾക്കാർക്ക് കാണാൻ പറ്റുന്നത്. ഒരു വലിയ മുഴയുണ്ട്. ആ മുഴ അങ്ങ് അപ്രത്യക്ഷമാകുമ്പോഴത്തേക്ക് സ്തോത്രം, നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തി നടക്കുമ്പോൾ, അന്ധനായ ഒരു വ്യക്തി സൗഖ്യമാക്കുമ്പോൾ ആൾക്കാർ പറയും, അയ്യോ എന്തോ സംഭവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. The first great miracle in the early church happened through the faith realm. സൗഖ്യത്തിന്റെ വിശ്വാസം. പക്ഷേ സ്തോത്രം, ഇവർ പ്രാർത്ഥിച്ചതും ഇവർ ഉപവസിച്ചതും ഇവർ ഒരുമനപ്പെട്ടതും അടുത്ത നിലവാരത്തിലെ ചലനം ആദിമസഭയിൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും. ആ കൈയൊക്കെ ഒന്ന് ഉയർത്താം. ഈ കൈകളെല്ലാം സൗഖ്യത്തിന്റെ കൈകളാകാൻ മാറും. അല്പസമയത്തിൽ സ്വന്തം നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം പകരും. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കിയെടുക്കുക. ഇത് വിത്തായി നല്ല നിലത്തിൽ വീണുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ ഒരു കൃപ വീഴും, ഒരു അഭിഷേകം വീഴും, ഒരു ദൈവശക്തി വീഴും, ഒരു മഹത്വം നിങ്ങളെ തൊടും. അപ്പോസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിന്റെ സൗഖ്യത്തിന്റെ
ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ വലിയ ഒരു നിലവാരത്തിലേക്ക്. So get ready my people, get ready my people, get ready. വിശ്വാസം കൊണ്ട് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന അപ്പോസ്തലന്മാർ അടുത്ത നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ഗിയർ മാറ്റി. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞു. സ്തോത്രം. ചില സമയത്ത് കൂട്ട സൗഖ്യങ്ങൾ കൂട്ടുവിധികൾ നടക്കുവാൻ കാരണം ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു, ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായി, അവിടെ ഒരു സാന്നിധ്യം വന്നു, അവിടെ കർത്താവിന്റെ ശക്തി. ഇങ്ങനെ അപ്പോസ്തല പ്രവൃത്തികൾ 5-52 വാക്യം. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അപ്പോസ്തലന്മാരുടെ കയ്യാൽ അത്ഭുതങ്ങൾ നടക്കാൻ അപ്പോസ്തലനാകണമെന്നില്ല. ഡിവൈൻ ഹീലിംഗ് ഈസ് എ ഡിവൈൻ കമ്മീഷൻ ടു ദി ചർച്ച്. അപ്പോസ്തലന്മാർക്കും ശുശ്രൂഷകർക്കും സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും കൊച്ചുങ്ങൾക്കും വലിയവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉള്ള നിയോഗമാണ് സുവിശേഷം പറയണം, രോഗികളെ സൗഖ്യമാക്കണം. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും നിങ്ങൾ ഒരുങ്ങിയാൽ നിങ്ങളുടെ മേലിൽ അഭിഷേകം വരും, നിങ്ങളെയും കർത്താവ് അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ വചനം നമ്മെ ഒരുക്കിയെടുക്കുക. മറിയ ഹൃദയത്തിൽ ഗബ്രിയേൽ ദൂതന്റെ വചനത്തെ സംഗ്രഹിച്ചു. അതൊരു സംഗ്രഹിക്കുന്ന ഹൃദയത്തിലാണ് സ്വന്തം അടുത്തൊരു ദൈവപ്രവൃത്തി നടക്കുന്നത്. അതിന്റെ മേൽ പരിശുദ്ധാത്മാവ് നെല്ലിട്ടു. അത്യുന്നതന്റെ ശക്തി അവന്റെ മേൽ നേരിട്ടു. The presence of the Most High and the power of the Holy Spirit. Yes, എന്താ സംഭവിച്ചത്? അപ്പോസ്തലന്മാരുടെ കയ്യാൽ വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയായി. അവരെല്ലാവരും ഏക മനസ്സോടെ നോക്കി അടുത്ത തലങ്ങളിലേക്ക് കാര്യങ്ങളും ആദിമസഭയുടെ കാര്യങ്ങൾ അടുത്ത തലത്തിലേക്ക് പോകാൻ കാരണം എന്താ? അവരെല്ലാവരും ഏക മനസ്സോടെ. അവിടെയുള്ള രഹസ്യം കണ്ടോ? അവരേക മനസ്സോടെ അക്കാലം ഉയർത്തുന്നവർ ഏക മനസ്സ്. ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക. ശലോമോന്റെ മണ്ഡപത്തിലാണ്, അതിനടുത്താണ് ആദ്യത്തെ സ്തോത്രം സുന്ദരം എന്ന ഗോപുരം എന്ന് പറയുമ്പോൾ മന്ദിരത്തിന്റെ ഗോപുരം, ആ വാതിക്കയിലാണ് ആദ്യത്തെ അത്ഭുതം അവിടെ നടന്നത്. ഇതാ അപ്പോസ്തലന്മാർ മന്ദിരത്തിന്റെ അകത്താണ്. ജനമെല്ലാം ഒരുമിച്ച് കൂടി വന്ന് ഒരു മനപ്പെട്ടു. മറ്റുള്ളവർ ആരും അവനോട് ചേരുവാൻ തുനിഞ്ഞല്ല, ജനമോ അവരെ പുകഴ്ത്തി പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവന്നു വരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. ആദിമസഭയുടെ അന്തരീക്ഷം മാറി, അവിടെ നിലവാരം മാറി, അടുത്ത ലെവലിലേക്കും ഡിമെൻഷനിലേക്കും ദൈവസഭ അപ്ഗ്രേഡ് ആയി. ഇവിടെ പത്രോസിനെയും പ്രാർത്ഥിക്കേണ്ട, കൈവെക്കേണ്ട. എന്താ സംഭവിക്കുന്നത്? പത്രോസിന്റെ മേൽ ആദിമസഭയിൽ അവരെല്ലാം ഒരുമനപ്പെട്ടു. അവിടെ പത്രോസിന്റെ കാര്യമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പത്രോസിന്റെ മേലുണ്ടായിരിക്കുന്ന ഒരു അഭിഷേകം മാത്രമല്ല, അതൊരു കൂട്ട അഭിഷേകമാണ്. It was a corporate anointing. It was a corporate presence. ദൈവത്തിന്റെ വലിയൊരു പ്രസൻസ് ആയിരുന്നു. എന്താ സംഭവിച്ചത്? സൗഖ്യത്തിന്റെ അത്ഭുതങ്ങളുടെയും ഒരു അഭിഷേകം, ഒരു സാന്നിധ്യം ദൈവസഭയിൽ നിറഞ്ഞു നിന്നു. അത്ഭുതത്തിന്റെയും സൗഖ്യത്തിന്റെ ഒരു മേഘം, ആ ഹീലിംഗ് ഗ്ലോറി കൗ, ഒരു മനുഷ്യന്റെ മേൽ അഭിഷേകവും സാന്നിധ്യവും ഭയങ്കരമായി നിലനിന്നു. സഭയിൽ there was a healing presence, there was a healing anointing. ദൈവത്തിന്റെ ഹീലിംഗ് പ്രസൻസ്, പത്രോസാണ് അപ്പോസ്തലൻ. അതുകൊണ്ടാണ് അപ്പോസ്തലന്റെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആ ദൈവ മനുഷ്യന്റെ മേലെ അഭിഷേകം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജനം എന്ത് ചെയ്തു? കൂടി വന്നു. They made a constant demand on നിഴലെങ്കിലും വീഴണം. അതനുസരിച്ച് എന്താ അവിടെ ഉണ്ടായിരിക്കുന്ന ആ ടീം എന്ത് ചെയ്തു? കാര്യങ്ങൾ ക്രമീകരിച്ചു. ചർച്ചിന്റെ ഉള്ളിൽ ഉണർവ്, സൗഖ്യത്തിന് ഉണർവ്, പട്ടണത്തിൽ സൗഖ്യത്തിന് ഉണർവ്, യെരുശലേമിൽ സൗഖ്യത്തിന് ഉണർവ്. ആ ഹീലിംഗ് മിറക്കിൾ ഫെസ്റ്റിവൽ. ഒരു സൗഖ്യത്തിൽ നിന്ന് അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ, ദൈവമേ അങ്ങയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ 6-ാം അധ്യായത്തിൽ അതിന്റെ റിസൾട്ട് ആണ് there was a healing presence. സൗഖ്യത്തിന്റെ വലിയ സാന്നിധ്യം. ഈ ദിവസങ്ങളിൽ അപ്പോസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിൽ ഒരു സൗഖ്യത്തിന്റെയും അത്ഭുതത്തിന്റെയും അന്തരീക്ഷം, അത്ഭുതങ്ങളും അടയാളങ്ങളുടെ ഒരു അന്തരീക്ഷം. A cloud of the healing presence of God. The cloud of the healing presence. A blanket of glory. മഹത്വത്തിന്റെ ഒരു വലിയ വിധാനം. ഇതാ നിഴലിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. സൗഖ്യത്തിന്റെ ശക്തി അങ്ങ് ഒഴുകുകയാണ്. ആദ്യത്തെ അപ്പോസ്തലിക സഭ സൗഖ്യത്തിന്റെ സഭയായി വിളങ്ങുകയാണ്. It's a healing church. Christ the healer. സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന യേശു ഇളകുകയാണ്. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കും? കർത്താവേ, yes 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 yes. അത്ര വലിയൊരു സാന്നിധ്യം, അത്ര വലിയൊരു മഹത്വം, അത്ര വലിയ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ അത്ഭുതങ്ങളുടെ ഒക്കെ അഭിഷേകം. ഹല്ലേലൂയ. Get ready. പാസ്റ്റർ, ഇതൊക്കെ ആദ്യത്തെ കാലഘട്ടത്തിൽ നടന്നു. ഇത് വല്ലതും നടക്കുമോ? നടക്കും. 1920 സഭാചരിത്രത്തിൽ നിന്ന് സൗഖ്യത്തിന്റെ നിലവാരത്തെ സ്തോത്രം ഇന്ന് ആഗോള സഭയിൽ സൗഖ്യത്തിന്റെ വെളിപ്പാടുകളെ നൽകിയ ആ തലത്തിലേക്ക് നമ്മെ സഞ്ചരിക്കുവാൻ സഹായമാക്കിയ ഒരു വ്യക്തിയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ പാസ്റ്റർ പറഞ്ഞു. ജോൺ അലക്സാണ്ടർ ഡവി. സയോൺ സിറ്റി എന്ന് പറഞ്ഞ വലിയ ഒരു സിറ്റി പണിയുവാൻ ദൈവം തന്റെ കൈക്കീഴിൽ വളർന്ന തന്റെ ആത്മീയ മക്കളായ അനേകർ ഉണ്ടായിരുന്നു. സൗഖ്യത്തിന്റെ ശുശ്രൂഷകളെ അവരടുത്ത നിലവാരത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ എന്ന് പാസ്റ്റർ ജോൺ ജി ലേക്ക് എന്ന് പറഞ്ഞ ദൈവമനുഷ്യനെ കുറിച്ചാണ്. സൗഖ്യത്തിന്റെ അപ്പോസ്തലനും സൗഖ്യത്തിന്റെ ഒരു ജനറൽ, a general of God, John G. Lake, the apostle of healing. 1920-കളിൽ സ്പോക്കെയിൻ എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിൽ, വാഷിംഗ്ടൺ സ്റ്റേറ്റ്, അമേരിക്കയിൽ ഒരു വാർത്ത പടരുവാൻ ഇടയായിത്തീർന്നു. അമേരിക്കയിലെ ഏറ്റവും സൗഖ്യമായിരിക്കുന്ന ഒരു പട്ടണം. പിന്നെ അവര് റിസർച്ച് ചെയ്തപ്പോഴാണ് അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും സൗഖ്യമായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്, ഒരു പട്ടണം, സ്പോക്കെയിൻ, വാഷിംഗ്ടണിലുള്ള the healthiest city in America and in the world. 1920, under the newspaper cuttings, Spokane, Washington, USA, the healthiest city of America in the 1920s. Hallelujah. And കാരണം എന്തായിരുന്നു? One man and his ministry and his church
And what happened through that apostolic? John G. Lake സ്ഥാപിച്ച സ്പോക്കനിൽ സ്ഥാപിച്ച ആ ചർച്ചിന്റെ പേര് അപ്പസ്റ്റോളിക് ചർച്ച് എന്നാണ്. അപ്പസ്റ്റോളിക് ചർച്ച് ടാബർനക്കിൾ. 1915 നിന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് താൻ അമേരിക്കയിലേക്ക് മടങ്ങി വന്ന് അവിടെ തന്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. 5 വർഷങ്ങൾ കൊണ്ട് ആ പട്ടണത്തിന്റെ മുഖഛായ മാറി. ഞാൻ പ്രവചിക്കുകയാണ്, ഈ ചരിത്രം പറയുമ്പോൾ നമ്മൾ ചരിത്രം ഒന്ന് കേൾക്കുവാൻ മാത്രമല്ല, നമ്മിലൂടെ ഈ കാലഘട്ടത്തിൽ ഈ വചനം കേൾക്കുന്ന, ഈ ദൂത് കേൾക്കുന്ന നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ പട്ടണമായിക്കോട്ടെ, നിങ്ങളുടെ സ്ഥലമായിക്കോട്ടെ, അടുത്ത ദൈവിക ചലനത്തിനും അടുത്ത പേര് വീഴുന്ന മാധ്യമങ്ങൾ അത് ക്യാപ്ചർ ചെയ്യുന്ന 5 വർഷം കൊണ്ട് ഹല്ലേലൂയ ജോൺ ജി ലേക്ക് തന്റെ ശുശ്രൂഷകരും തന്റെ സഭയിലൂടെ പറഞ്ഞിരിക്കുന്നത് അവിടെ താൻ ഡോക്യുമെന്റ് ചെയ്തതിന് 1 ലക്ഷം ആർക്കും വെരിഫൈ ചെയ്യുവാൻ പറ്റുന്ന, ആർക്കും അന്വേഷിച്ച് അത് സത്യമാണോ വ്യാജമാണോ ഉണ്ടാക്കി എക്സാജറേറ്റ് ചെയ്താണോ അറിയാൻ പറ്റുന്ന 1 ലക്ഷം ഡോക്യുമെന്റഡ് ചെറുതും വലുതുമായ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും പിള്ളേർ കാണുന്നു, ചെകിട്ടർ കേൾക്കുന്നു, മുണ്ടർന്ന് നടക്കുന്നു, സ്വത്രം മാരാരോഗികൾ സൗഖ്യമാകുന്നു, ക്യാൻസറുകൾ സൗഖ്യമാകുന്നു, മുഴകൾ അപ്രത്യക്ഷമാകുന്നു, യൂട്രസ് ഓപ്പറേഷനിൽ ക്യാൻസർ ഒന്ന് എടുത്ത് മാറ്റിയവരുടെ യൂട്രസ് വീണ്ടും കിളിച്ചു വരുന്നു, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, മിറക്കിൾ ബേബി ഉണ്ടാകുന്നു. ഒരു സൈഡ് പാരലൈസ് ആയി, ഒരു കാരണവശാലും മെഡിക്കൽ ഇൻവാലിഡ് എന്ന് പറഞ്ഞ സ്തോത്രം. ജോൺ ജി ലേക്ക് സൗഖ്യത്തിന്റെ ഭവനങ്ങളെ, ഹീലിംഗ് ഹോംസിനെ, സൗഖ്യത്തിന്റെ ഭവനങ്ങളെ താൻ സ്ഥാപിക്കുവാൻ ഇടയായി തീർന്നു. താൻ തന്റെ ശുശ്രൂഷകരെ സുവിശേഷം പറയുവാനും സൗഖ്യത്തിന്റെ ശുശ്രൂഷയിൽ ഡിവൈൻ ഹീലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ബൈബിൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ താൻ ഡിവൈൻ ഹീലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് താൻ ട്രെയിൻ ചെയ്യുന്ന തന്റെ ശുശ്രൂഷകരെ ഡിവൈൻ ഹീലിംഗ് ടെക്നീഷ്യൻസ്. ഇന്ന് ഹോസ്പിറ്റലിൽ നഴ്സുമാര്, ലാബറട്ടറി ടെക്നീഷ്യൻസ്, ഡോക്ടേഴ്സ് ഒക്കെ ജോലി ചെയ്യുന്ന പോലെ, ശുശ്രൂഷിക്കുന്ന പോലെ ജോൺ ജി ലേക്ക് ഇവരെല്ലാം വിശ്വാസത്തിന്റെ പാഠങ്ങളിലും അഭിഷേകത്തിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിലും ഒക്കെ അവരെ വളർത്തിയെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരാണ് ഈ സൗഖ്യത്തിന്റെ സഭകളിൽ. ഹല്ലേലൂയ. അപ്പോൾ ആഴ്ചതോറും സ്തോത്രം സഭായോഗങ്ങൾ ആഴ്ചയിൽ ഇടയ്ക്ക് കാണും, ഞായറാഴ്ചയുണ്ട്. പക്ഷേ ഹീലിംഗ് ഹോമുകൾ സ്തോത്രം അവിടെ പ്രവർത്തിക്കുക. ഡോക്ടർമാര്, നഴ്സുമാർ, ലാബറട്ടറി ടെക്നീഷ്യനും ഒക്കെ സ്തോത്രം ഹല്ലേലൂയ. പല സ്ഥലങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഡോക്ടേഴ്സ് ഉപേക്ഷിച്ചത്, മരുന്നിന് ചികിത്സിക്കാൻ കഴിയാത്തത്, ഇൻവാലിഡ്സ് ആൻഡ് ഇൻക്യൂറബിൾസ് എന്ന് പറഞ്ഞ് സ്വന്തം എഴുതി തെളിഞ്ഞ് ഒരിക്കലും സ്തോത്രം ചാകാൻ വേണ്ടി വിട്ടിരിക്കുന്ന, മരിക്കാൻ വിട്ടിരിക്കുന്ന സ്തോത്രം അങ്ങനെയുള്ള വ്യക്തികൾ കേൾക്കും. ഹല്ലേലൂയ. സ്പോക്കനിൽ ഇതുപോലെ ദൈവത്തിന്റെ സൗഖ്യം ശുശ്രൂഷിക്കുന്ന ഒരു കൂട്ടമുണ്ട്. 5 വർഷങ്ങൾ കൊണ്ട് രോഗശക്തികളുടെ ആധിപത്യത്തെ ആ ദൈവിക ശുശ്രൂഷ കൊണ്ട് തടയുവാൻ, തകർത്ത് കളയുവാൻ സ്തോത്രം ദ ഹെൽത്തിയസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ ഒരു പേര് വരുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെയും ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ഒരു അപ്പോസ്തലനായി, ഒരു ദൈവശക്തിയുടെ ഉടമയാക്കി ഈ വ്യക്തിയെ എങ്ങനെയാണ് ജോൺ ജിയിലേക്ക് മാറുവാൻ കാരണം? 16 കുഞ്ഞുങ്ങളുള്ള ഒരു ഭവനത്തിലാണ് താൻ ജനിച്ചു വീണത്. ഒന്റാരിയോ, കാനഡയിൽ 1870 ജോൺ ജി ലേക്ക് ജനിച്ചു. കാനഡയിൽ ഒന്റാരിയോയിൽ ജനിച്ചു. മാതാപിതാക്കൾ നല്ല ആരോഗ്യമുള്ള 16 മക്കൾ. അവർ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു, മിഷിഗനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു, ജോലി സ്ഥാപനയ്ക്ക് വേണ്ടിയൊക്കെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. പക്ഷേ ജോൺ ജി ലേക്കിന്റെ ചെറുപ്രായം, ബാല്യകാലങ്ങൾ മൊത്തവും വീട്ടിൽ 8 കുഞ്ഞുങ്ങൾ രോഗം കൊണ്ട് മരിച്ചു. സഹോദരിമാരാണ് തന്നോട് കൂടെ വളർന്നു വരികയാണ്. പക്ഷേ ഓരോ രോഗം കൊണ്ട്, വ്യത്യസ്ത രോഗം കാരണം കുഞ്ഞുങ്ങൾ മരിക്കുക. അപ്പൊ വീട് എപ്പോഴും രോഗം മരണം, രോഗം മരണം, ഫ്യൂണറൽ, രോഗം മരണം, രോഗം മരണം, കുഴിച്ചിടുക, ശവസംസ്കാരങ്ങൾ നടത്തുക. 8 പേര് മരിച്ചു. ബാക്കിയുള്ള 8 പേരിൽ ജോൺ ജി ലേക്കിന് ഭയങ്കരമായ കഠിനമായ റുമാറ്റിസം, മരുന്ന് കഴിച്ച് അന്നത്തെ ചികിത്സ എടുത്തിട്ടൊന്നും ഭേദമാകാത്ത, പ്രവർത്തിക്കുവാൻ, എണ്ണിക്കുവാൻ, നടക്കുവാൻ കഴിയാത്ത സിവിയർ റുമാറ്റിസം, സന്ധിവാതം. ഒരു സഹോദരന് ഉള്ളിൽ ബ്ലീഡിംഗ്, മരിക്കാൻ കിടക്കുക, ഇൻവാലിഡ്, പ്രയോജനശൂന്യമില്ലാതെ. അപ്പനും അമ്മയും നോക്കണം. 3ാമത്തെ സഹോദരിക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ ആയി, അത് പടർന്ന് ഫംഗൈ ചെയ്ത് അളിഞ്ഞു പൊട്ടി പഴുത്ത് വേറൊരു സൈഡിൽ. ഇതെല്ലാം നമ്മളുള്ള ദൂതങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന രോഗത്തിന്റെ വിഷയങ്ങളും പ്രശ്നങ്ങളും പിശാച് ക്രൂരമായി പീഡിപ്പിച്ച് നിങ്ങളെ വേദനിപ്പിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും രോഗത്തിന്റെ അടിമയാക്കുന്നതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നെങ്കിലും മറു സൈഡിൽ ദൈവം എന്നും എന്തോ സൃഷ്ടിക്കുവാൻ നോക്കുകയാണ്. ജോൺ ജി ലേക്കിന്റെ ഉള്ളിൽ ആഴമായി രോഗത്തോടൊരു വെറുപ്പ്. അന്ന് ദൈവത്തിന്റെ വെളിപ്പാടൊക്കെ വിരളമാണ്. രോഗം ദൈവമാണ് തരുന്നത്. അത് സന്തോഷത്തോടെ നന്ദി പറഞ്ഞു, എന്ത് തന്നാലും നന്ദിയോടെ തന്നെ സ്വീകരിച്ച സ്തോത്രം ഹാലേ മരിക്കുക. അന്നായിരുന്നു ദൈവവചനത്തിന്റെ വെളിപ്പാട് അത്ര വിരളമായിരുന്നു. താൻ പതുക്കെ ഒരു ബിസിനസ് മാനായി, റിയൽ എസ്റ്റേറ്റ് മാനായി. അപ്പോഴാണ് താൻ കേൾക്കുന്നത് ഷിക്കാഗോയിൽ ജോൺ അലക്സാണ്ടർ ഡവി, പിൻകാലത്ത് തന്നെ ആത്മപിതാവായി ഈ മനുഷ്യനോട് ശുശ്രൂഷിക്കുന്നു. അവരുടെ രോഗികൾ സൗഖ്യമാകുന്നു. അന്നത്തെ ഹോസ്പിറ്റലുകൾ നമുക്ക് ഇന്നുള്ളായിരിക്കുന്ന പോലെ നല്ല എല്ലാ മുക്കിനും കോർണറിനും, എന്താ എവറി നുക്ക് ആൻഡ് കോർണർ ഇല്ല, എല്ലാ മൂലയ്ക്കും നമുക്ക് വലിയ ആശുപത്രികളാണ്. പ്രഗത്ഭരായ വൈദ്യന്മാർ, ഡോക്ടേഴ്സ് നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് രോഗസൗഖ്യത്തിന്റെ ഒന്നും വലിയ ആവശ്യം, പിന്നെ അവർക്കത് ചികിത്സ ഭേദമാക്കാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ, നമ്മളങ്ങ് സമ്മതിക്കുക. പക്ഷെ അന്ന് മെഡിക്കൽ സയൻസ് ഡെവലപ്ഡ് അല്ല, സർജറി ഡെവലപ്ഡ് അല്ല. സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ മധ്യത്തിൽ ജോൺ അലക്സാണ്ടർ ഡവി സയോൺ സിറ്റിയിൽ ശുശ്രൂഷിക്കുന്നു, അനേകം സൗഖ്യമാക്കും. ജോൺ ചിന്തിച്ചു, ഞാനൊന്ന് പോകാം. ജോൺ ജിയിലേക്ക് അവിടെ പോകുകയാണ്. വലിയ ആൾക്കൂട്ടമാണ്. പക്ഷെ അതിന്റെ അവിടെ ശുശ്രൂഷിക്കുന്ന ജോൺ ഡവിക്ക് ഒന്ന് പ്രാർത്ഥിക്കാനും സമയം കിട്ടിയില്ല. ആ ശുശ്രൂഷകരിൽ ഒരു പ്രായമായ അപ്പച്ചൻ വാതിക്കൽ നിൽക്കുകയായിരുന്നു. തനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഡവിയും തന്റെ ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്തതുകൊണ്ട് ഈ അപ്പച്ചൻ ജോണിന്റെ മേൽ കൈവച്ചു. താൻ സൗഖ്യമായി. ക്ഷണത്തിൽ വർഷങ്ങളായി നീണ്ടു നിന്ന സന്ധിവാദം ഒരു സ്പർശനത്തിൽ ജോണിന്റെ ഉള്ളിൽ. അങ്ങനെ ജോൺ മരിക്കാൻ കിടക്കുന്ന, ബ്ലീഡിംഗ് ആയി മരിക്കാൻ കിടക്കുന്ന ജോൺ തന്റെ സഹോദരനെ കൊണ്ടുവന്നു, തന്റെ സഹോദരി കൊണ്ടുവന്നു. ജോൺ അലക്സാണ്ടർ ഡവിയുടെ ആ സഭാ അന്തരീക്ഷത്തിൽ അവർ രണ്ടുപേരും സൗഖ്യമായി.
ഇത് സാധാരണ സൗഖ്യങ്ങളല്ല. ഈ മനുഷ്യർ യഹോവ റാഫയായ വൈദ്യന്മാരിൽ വൈദ്യനായ യേശുവിന്റെ സൗഖ്യ ശുശ്രൂഷയും അത്ഭുതത്തിന്റെ ശുശ്രൂഷയും വിടുതൽ ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുത്ത് അവരൊരു അന്തരീക്ഷം, they created an atmosphere of the presence and of the anointing. വിടുതൽ സൗഖ്യമൊക്കെ പ്രാപിച്ചു, സന്തോഷമായി. പിന്നെ തിരിച്ച് ജോൺ ജിയിലേക്ക് തന്റെ ബിസിനസ്സിലേക്ക് പോകുകയാണ്. വിവാഹിതനായി ജെന്നി എന്ന് പറഞ്ഞ ഒരു സഹോദരിയുമായി വിവാഹിതനായി. അവർക്ക് 7 മക്കളായി. അതിനിടയ്ക്ക് ജെന്നിക്ക് കഠിനമായ ഒരു രോഗം ബാധിച്ചു. തന്റെ ഹൃദയം ഫെയിലായി. ഇടയ്ക്കിടയ്ക്ക് തലകറങ്ങി താഴെ വീഴും, മരിക്കാൻ പോകുന്ന പോലെ. അന്ന് ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയാത്ത ട്യൂബർക്കുലോസിസ്, TB അസുഖം പിടിച്ചു. അത് ക്യാൻസർ. അന്ന് പഴയ സമയത്ത് ക്യാൻസർ പോലെ TB കവർന്ന് തിന്നുകയാണ്. തന്റെ കണ്ണിന് മുമ്പിൽ തന്നെ സ്തോത്രം തന്റെ ഭാര്യ ഇഞ്ചിഞ്ചായി മരിക്കുകയാണ്. ജോൺ അലക്സാണ്ടർ ഡവിയോട് പോയതാണ് നേരത്തെ. പക്ഷേ ജീവിതത്തിന്റെ ഓരോ യാത്രയിൽ അങ്ങ് മുമ്പോട്ട് പോവുകയാണ്. വലിയ നിലവാരത്തിൽ ഒരു ബിസിനസ്മാനായി, ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനായി, ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന വലിയ ഒരു ബിസിനസ്മാനായി ജോൺ ജിയിലേക്ക് മാറി. തന്റെ ഭാര്യയുടെ വിഷയം വന്നപ്പോൾ താൻ ഭയങ്കരമായി വിഷമിച്ചു. Why God? Why God? Why? എല്ലാവരും പറഞ്ഞു, ജോൺ നീ ഒത്തിരി ഭാരപ്പെടരുത്, ഇതെല്ലാം നമ്മുടെ തലയെഴുത്താണ്, ഇത് ചെയ്യാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. നീ ഇങ്ങനെ അങ്ങ് അതിന്റെ പുറകെ പിടിച്ചു നിൽക്കാതെ come to reality. നീ മരിച്ചു പോകും. 7 കുഞ്ഞുങ്ങളെ നോക്കണം, വീണ്ടും ഒരു വിവാഹം ഒക്കെ കഴിച്ച്. അപ്പൊ അതുകൊണ്ട് നീ ഇങ്ങനെ വിഷമിക്കാതെ, ഭാരപ്പെടാതെ. പക്ഷേ താൻ ഈ അലക്സാണ്ടർ ഡവിയുടെ ശുശ്രൂഷകളിൽ പോയി ദൈവത്തിന്റെ ചില കാര്യങ്ങൾ അവിടെ ഇവിടെയും കത്തിയത് കൊണ്ട് തന്റെ ഹൃദയത്തിൽ എവിടെയോ അന്ന് വീണ്ടും സ്തോത്രം വളരെ വിഷമിച്ച് ജന്നി മരിക്കാൻ കിടക്കുകയും അതിന്റെ മധ്യത്തിൽ താൻ വിഷമിച്ച് നിരാശപ്പെട്ട് വീണ്ടും തന്റെ കയ്യിലിരുന്ന ബൈബിൾ താൻ വെറുതെ എടുത്ത് സ്തോത്രം അങ്ങ് എറിഞ്ഞു. ചെന്ന് വീണത് നമ്മൾ പറയത്തില്ലേ, സ്തോത്രം കറക്കി ബൈബിൾ തുറക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് ആരെങ്കിലും? ജോൺ ജി ലേക്കിന്റെ ഭാഷയിൽ ഇതൊന്നും ശരിയല്ലെങ്കിലും അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തികൾ 10-38 വാക്യത്തിലേക്ക് തന്റെ ആത്മപിതാവായ ജോൺ അലക്സാണ്ടർ ഡവിയെ ദൈവം ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ഉപയോഗിച്ച അതേ വാക്ക് പരിശുദ്ധാത്മാവ് തന്നോട് ഹേമിക്കുവാൻ. എങ്ങനെ നസായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും യേശു നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ how God anointed Jesus of Nazareth with the Holy Spirit and power, and how he went about doing good and healing everyone who were oppressed of the devil. തന്റെ ഹൃദയത്തിൽ ഒരു കാര്യം കൂടെ കത്തി. അതിന് അടുത്ത് എഴുതിയിരിക്കുന്ന സ്തോത്രം യേശുവിന് ചെയ്യുവാൻ കാര്യം ദൈവം യേശുവിനോട് കൂടി ഉണ്ടായിരുന്നു. സ്തോത്രം യേശുവിന് അഭിഷേകം ചെയ്തു. അഭിഷേകത്തെ കുറിച്ചുള്ള വെളിപ്പാടുകളില്ല, പക്ഷെ ആ വചനം പരിശുദ്ധാത്മാവ് യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു. അപ്പോൾ ജോൺ ജിയിലേക്ക് സ്തോത്രം താൻ വിശ്വസിക്കുകയാണ്, താൻ പ്രാർത്ഥിക്കുകയാണ്. തന്റെ ഹൃദയത്തിന്റെ കണ്ണു തുറന്നു. രോഗം ദൈവത്തിൽ നിന്നല്ല. My eyes opened for the first time and I saw that sickness was not from God. രോഗം ദൈവത്തിൽ നിന്ന് അല്ല, രോഗം പിശാചിന്റെ ഒരു പ്രവൃത്തിയാണ് എന്നെ ഹൃദയം തിരിച്ചറിഞ്ഞപ്പോൾ എന്റെ ഹൃദയം വെറുപ്പ് കൊണ്ടും ദേഷ്യം കൊണ്ടും പിശാചിന് എതിരായുള്ള വൈരാഗ്യം കൊണ്ട് നിറഞ്ഞു. പിന്നെ താൻ സ്തോത്രത്തിൽ പ്രാർത്ഥിച്ച് താൻ വീട്ടുകാരെ എല്ലാം വിളിച്ച് ജോൺ അലക്സാണ്ടർ ഡവിക്ക് കാര്യങ്ങളെല്ലാം ഇൻഫോം ചെയ്ത് എന്റെ ജന്നി മരിക്കുകയാണ്, പക്ഷേ ഡവി ഞാൻ എന്റെ കൈവയ്ക്കും, താങ്കൾ കൈവയ്ക്കുന്ന പോലെ എന്റെ ഭാര്യയുടെ മേൽ ഞാൻ കൈവയ്ക്കും, അവൾ മരിക്കാറായി. രോഗവ്യാധികൾ കൊണ്ട് കൊല്ലുന്നത് ദൈവമല്ല പിശാചാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ജോൺ അലക്സാണ്ടർ ഡവി. താൻ വിശ്വസിച്ചു. തന്റെ കരം ജന്നിയുടെ മേൽ ദൈവശക്തി ജന്നിയുടെ മേൽ വീണു. അവൾ ക്ഷണത്തിൽ സൗഖ്യമായി. അങ്ങനെ വലിയൊരു ദൈവപ്രവൃത്തി സംഭവിച്ചപ്പോൾ ഇതെല്ലാം കേട്ട് അയൽക്കാരെല്ലാം കേട്ട് സ്വന്തം രോഗികളെല്ലാം ജോണിന്റെയും ജന്നിന്റെ അടുത്ത് അവർ സൗഖ്യമാക്കുക. കുറച്ച് സൗഖ്യത്തിന്റെ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോയപ്പോൾ അവർക്ക് മനസ്സിലായി അത്ര എളുപ്പമല്ല സൗഖ്യം ശുശ്രൂഷിക്കുവാൻ. പല തടസ്സങ്ങൾ, പലര് സൗഖ്യമാകാതിരിക്കുന്നു. അപ്പൊ അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്. 1901 തൊട്ട് 1906 5 വർഷങ്ങൾ അവർ ജോൺ അലക്സാണ്ടർ ഡവിയുടെ സയോൺ പട്ടണം, സിയോൺ സിറ്റിയിൽ ആ ദൈവദാസന്റെ കൈക്കീഴിൽ ശുശ്രൂഷ ചെയ്തും അവിടെ നിന്ന് ദൈവത്തിന്റെ കാര്യങ്ങൾ പഠിച്ചും ആ ശുശ്രൂഷകൾക്ക് കൈത്താങ്ങൽ കൊടുത്ത് ജോൺ അലക്സാണ്ടർ ഡവി ഹല്ലേലൂയ ദൈവത്തിന്റെ അസാധാരണ അത്ഭുതത്തിന്റെയും സൗഖ്യത്തിന്റെയും മനുഷ്യനായി മാറി. 1906 അസൂസയിൽ പെന്തക്കോസ്തിന്റെ ഉണർവ് ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ആത്മശക്തി ആഴമായി പകരപ്പെടുന്നു. ജോണും FF ബോസ്വർത്ത് ഡവിയുടെ ശിഷ്യന്മാർ അവിടെയും കടയുന്നു. അവിടെയും പോയി അവിടെ ഇരിക്കുന്ന ആ ഫോട്ടോയിൽ കാണുന്ന വില്യം ജെ ഷെയ്മോർ എന്ന അതേ മനുഷ്യനാണ് അവിടെയും. ഹല്ലേലൂയ. Healing is not always a matter of praying, it's a matter of obeying. സൗഖ്യത്തിന്റെ ശുശ്രൂഷകളെ ഭയങ്കര ഹൈ നിലവാരത്തിൽ കൈകാര്യം ചെയ്ത ഈ ദൈവ മനുഷ്യൻ പറയുക, healing is not always a matter of praying. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ പോരാ. സ്തോത്രം. രക്തസ്രാവക്കാരി സ്ത്രീ, she walked into her miracle. Today somebody walk into your miracle. നിങ്ങൾ വചനം കേട്ടു, കർത്താവ് ചെയ്ത സൗഖ്യത്തിന്റെ ആ ദൈവത്തിന്റെ മെസ്സേജ് കേട്ടു. ഹല്ലേലൂയ. ജോൺ ജിയിലേക്ക് അത് കഴിഞ്ഞ് താൻ ശുശ്രൂഷകൾക്ക് വേണ്ടി സമർപ്പിച്ചു. അസൂസയിൽ പരിശുദ്ധാത്മാവിന്റെ പെന്തക്കോസ്തിനെ അടുത്ത നിലവാരത്തിൽ തന്റെ മേൽ ആത്മാവിന്റെ വലിയ പകർച്ചകൾ. അത് കഴിഞ്ഞ് താൻ ദൈവത്തിൽ നിന്നൊരു വിളി ലഭിക്കുകയാണ്. ജോൺ ജിയിലേക്ക് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ, നീ നിന്നെ ഒഴുക്ക്. I want to send you to South Africa. സൗത്ത് ആഫ്രിക്കയിൽ നിന്നെ ഒരു മിഷണറിയായി എനിക്ക് അയക്കാൻ നിയോഗമുണ്ട്. 8-9 മാസം താൻ പ്രാർത്ഥനയിലും വാസത്തിലും താൻ തന്നെ ഒരുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 1908 തന്നെ സൗത്ത് ആഫ്രിക്കയിൽ കൊണ്ടുപോയി 5 വർഷം അവിടെ ശുശ്രൂഷിച്ചു. അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ ആത്മപകർച്ചകൾ സൗത്ത് ആഫ്രിക്കയുടെ സ്പിരിച്വൽ ക്ലൈമറ്റിനെ മാറ്റിമറിക്കുന്ന, കീഴ്മേൽ മറിക്കുന്ന വലിയ വിപ്ലവകരമായ ദൈവപ്രവർത്തികൾ ഈ ദൈവദാസനിലൂടെ നടക്കുവാൻ 1250 മിനിസ്റ്റേഴ്സ്, സുവിശേഷത്തിന്റെയും സൗഖ്യം ശുശ്രൂഷിക്കുന്ന 1250 ശുശ്രൂഷന്മാരെ, 625 സഭകളെ, 1 ലക്ഷം ആത്മാക്കളെ കർത്താവിന് നേടുവാൻ, ലക്ഷക്കണക്കിന് സൗഖ്യത്തിന്റെ മിറക്കിൾ
സാക്ഷ്യങ്ങൾ. ജോൺ ജി ലേക്ക് 1912 തന്റെ ആദ്യത്തെ വൈഫ് ജെന്നി ശുശ്രൂഷകൾക്ക് നീണ്ട സമയങ്ങൾ താൻ വീട്ടിൽ നിന്നൊക്കെ പോകും. അതിനിടയ്ക്ക് ആയിരക്കണക്കിന് ആൾക്കാർ വീട്ടിലുണ്ട്. തന്റെ ജീവിതത്തിന്റെ ഒരു പരാജയമാണ് തനിക്ക് തന്റെ കുടുംബത്തെയും തന്റെ ഭാര്യ മക്കളെ നോക്കുവാൻ സമയമില്ല. താൻ അത്രമാത്രം ശുശ്രൂഷയിൽ മുഴുകിപ്പോയതുകൊണ്ട് അത് തന്റെ ഹൃദയത്തിന് വലിയൊരു വേദനയായി. താൻ ശുശ്രൂഷകൾ ദൂരെ നിൽക്കുമ്പോൾ തനിക്ക് ഒരു മെസ്സേജ് കിട്ടിയാണ് ജെന്നി മരിച്ചുപോയി. തന്റെ അടുത്ത് വരെ സ്തോത്രം ആ മെസ്സേജ് എത്തും. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് 1912 ശുശ്രൂഷകൾ നിർത്തി 1912 15 3 വർഷം താൻ അമേരിക്ക ഒത്തും ചുറ്റി ശുശ്രൂഷ. 1915 സ്പോക്കനിൽ വന്ന് വീണ്ടും തന്റെ ശുശ്രൂഷകൾ സ്ഥാപിച്ചു. The healthiest city in the world. ദൈവിക സൗഖ്യത്തിന്റെ വലിയ നെൽവാരം ഈ ദൂതുകൾ കൈമാറുമ്പോൾ ഒരു ഹീലിംഗ് മിറക്കിൾ ഫെസ്റ്റ്, a festival of miracles and healings. രോഗശക്തികളുടെ ആധിപത്യത്തെ തകർക്കുവാനുള്ള ഒരു ദൈവിക അധികാരവും അഭിഷേകവും ദൈവം പകരുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊന്ന് ഒരുങ്ങാം, നമുക്കൊന്ന് റെഡിയാകാം. ഹല്ലേലൂയ. എല്ലാവരും രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കണമേ. ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് ചെയ്യുന്ന അസാധാരണമായ ദൈവപ്രവർത്തിക്കും പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ വിളംബരം ചെയ്യുന്ന ദൈവിക രോഗശാന്തി ശുശ്രൂഷയുടെയും സൗഖ്യത്തിന്റെയും വിടുതലുകളുടെയും ഉയർന്ന നിലവാരങ്ങളിലേക്ക് അങ്ങ് ഞങ്ങളെ ദൈവസഭയെ വിളിക്കുവാണല്ലോ. ദുർഭൂതങ്ങളുടെ മേൽ, രോഗശക്തികളുടെ മേൽ, ദുർവ്യാപാരങ്ങളുടെ മേൽ, ദുരാത്മ മണ്ഡലങ്ങളുടെ മേലൊക്കെ അസാധാരണമായ ദൈവിക അധികാരത്തെ നൽകി യേശു സൗഖ്യദായകനാണെന്ന്, ക്രിസ്തു സൗഖ്യദായകനാണെന്ന് യഹോവ റാഫേ ദൈവം കേരളക്കര തിരിച്ചറിയുവാൻ, ഭാരതം തിരിച്ചറിയുവാൻ, ലോക രാജ്യങ്ങളിൽ ആർക്കും സംശയമില്ലാത്ത നിലവാരത്തിൽ യേശു ഉയർത്ത് ജീവിക്കുന്നു. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്, അവൻ ദുർഭൂതങ്ങളെ മാറ്റുന്നവനാണ്, വൈദ്യന്മാരിൽ വൈദ്യനാണ്, അവനാണ് ഏറ്റവും വലിയ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ്. മനുഷ്യരുടെ കൈ കുറുകി പോകുമ്പോൾ ഇന്നും കുറുകി പോകാത്ത ഒരു കരമുണ്ടെന്ന് 21ാമത്തെ നൂറ്റാണ്ടിലും ജനം തിരിച്ചറിയേണ്ടതിന് വേണ്ടി അങ്ങയുടെ രണ്ടാമത്തെ വരവ് വരെ അങ്ങയുടെ സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും ഒക്കെ ശുശ്രൂഷകളെ ഉയർന്ന നിലവാരത്തിൽ ശുശ്രൂഷിച്ച് അടുത്ത തലമുറകൾക്ക് കൈമാറ്റം ചെയ്യുവാൻ അങ്ങയുടെ സാന്നിധ്യത്തെയും അങ്ങയുടെ കൃപയെയും അങ്ങയുടെ അഭിഷേകത്തെയും ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് തുറന്നുവിട്ട അങ്ങയുടെ സാന്നിധ്യത്തിനായി, സൗഖ്യത്തിന്റെ നദികൾക്കായി, സൗഖ്യത്തിന്റെ ഉറവുകൾക്കായി, സൗഖ്യത്തിന്റെ അഭിഷേകങ്ങൾക്കായി, സൗഖ്യത്തിന്റെ ചിറകുകൾ അങ്ങ് വിരിച്ചതിനായി, സൗഖ്യത്തിന്റെ അലകൾ ഞങ്ങളുടെ മധ്യത്തിൽ അടിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കൂട്ട സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, കൂട്ട വിടുതലുകൾ ഉണ്ടാകട്ടെ. ഗന്നസരത്ത് പട്ടണം പോലെ, ആ ഗന്നസരത്തിന്റെ ഗ്രാമം പോലെ യേശു സൗഖ്യമാക്കുന്നു, യേശു വിടുവിക്കുന്നു, യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഹല്ലേലൂയ. രോഗവ്യാധികളെ തകർക്കുന്ന, അതിന്മേൽ ആധിപത്യം എടുക്കുന്ന ദുർമന്ത്രവാദ ശക്തികളെ, ഓ ഹല്ലേലൂയ, ആ കരകളെ ഒന്ന് ചലിപ്പിച്ച് കർത്താവിനെ നന്ദി പറയാം. ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേട്ടു. ദാഹത്തോടും വിശപ്പോടും കർത്താവെ, ഹൃദയത്തിന്റെ പരമാർത്ഥതയോടും അങ്ങ് ഞങ്ങൾ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളെ ഏൽപ്പിക്കുന്നു അപ്പാ. ഇന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായി, ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അലങ്കരിച്ചതിനായി, അങ്ങയുടെ അഭിഷേകത്തെ പകരുന്നതിനായി, സൗഖ്യത്തിന്റെ സാന്നിധ്യം ഞങ്ങളെ മൂടുന്നതിനായി, സൗഖ്യത്തിന്റെ ഒരു മേഘം, ഹല്ലേലൂയ, ഹീലിംഗ്, ഞങ്ങൾ നന്ദി പറയുന്നു അപ്പാ. സ്തോത്രം. പ്രാർത്ഥനയോട് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആ കരങ്ങൾ അടിച്ചു കർത്താവിനെ നന്ദി പറയാം. സ്തോത്രം.